നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ മണവാളന്റെയും മണവാട്ടിയുടെയും ഭാവിയിലെ അല്ലെങ്കിൽ ഭൂമിയിലെ വീട് എന്ന വേദഭാഗമാണ്, വിഷയമാണ്. നമുക്ക് അതിലേക്കായി ചില വചനങ്ങൾ വായിക്കാം. വചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. 2 പത്രോസ് വായിക്കാം. 2 പത്രോസ് 3-3 അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തുകയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ഒരു വേദഭാഗം കൂടെ, വെളിപ്പാട് പുസ്തകം 21:1-2. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തു നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, തിരുവചനം എഴുതപ്പെട്ടിട്ട് 2000 വർഷമായിരിക്കുന്നു. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇവ കർത്താവെ ക്രിസ്തുവിൽ സ്ഥിരമായിരുന്ന ദൈവത്തിന്റെ വചനം അങ്ങ് നമുക്ക് എഴുതി തന്നിരിക്കുന്നു. കർത്താവെ, ഇവയൊക്കെയും അഴിയുവാനുള്ളതാകയാൽ ഈ പ്രപഞ്ചം, ലോകവും അതിലുള്ളതൊക്കെയും കർത്താവ് തീക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ അധർമ്മികളെ കുറിച്ചുകൂടെ പറയുന്നത്, ഗ്രഹിപ്പാൻ ശേഷം തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാൻ കഴിയാത്തവരെ അധർമ്മികളെന്നും അവർ നാശത്തിലേക്കായി പോകുന്നുവെന്നും. യോഹന്നാൻ 16-12 മുതൽ യേശു പറഞ്ഞു, എനിക്ക് ഇനിയും നിങ്ങളോട് വളരെ സംസാരിക്കുവാനുണ്ട്. അതായത് യേശു പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുവാനുണ്ട്. അത് അപ്പോസ്തലന്മാരിലൂടെ തിരുവെഴുത്തുകളായി തന്നിരിക്കുന്നു. അതിനെ കോട്ടിക്കളയുന്നവർ തങ്ങളുടെ നാശത്തിനായിട്ടാണ് കോട്ടിക്കളയുന്നതെന്ന്. മാത്രമല്ല, അവർ അധർമ്മികളാണെന്നും നാം അവരോടൊപ്പം ചേർന്നിരിക്കരുതെന്നും അവരോട് പറയുന്നത് പോലെ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നോക്കൂ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, കർത്താവിന്റെ നാമത്തെ നിഷേധിക്കാത്തവർ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അതിനെ കൈക്കൊള്ളാതെയും ഇരിക്കുന്നവർ നാശത്തിലേക്ക് പോകുന്നവരാകുന്നു. അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചതിനാൽ കർത്താവ് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്. നോക്കൂ, നമ്മെ മുൻകൂട്ടി എപ്പോഴാണ് അറിയിച്ചത്? ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മുടെ ഹൃദയത്തിലിട്ടിരുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മെ അറിയിച്ചു തരുന്നത്. അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ, എന്താണ് വഞ്ചന? ശരി ഏതെന്ന് അറിയാമെന്നിരിക്കെ അതിനെ മൂടി വെച്ചിട്ട് തെറ്റിനെ നമ്മോട് വിശ്വസിപ്പിക്കാനായി വന്നു പറയുന്നതാകുന്നു വഞ്ചന. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത, അതായത് നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പ്രവേശനം വിട്ടു വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിനായി കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ഇവിടെ വെളിപ്പാടിൽ പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തത് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ
സ്വർഗീയ പ്രവേശനത്തിനായി നാം പോയ ശേഷം 1000 ആണ്ട് വാഴ്ചയിൽ വരുമ്പോൾ സാത്താനും അവന്റെ ഗണങ്ങളും കൂടെ ഉണ്ടായിരിക്കുകയില്ല. അതിനെ ചങ്ങലക്കിട്ടിരിക്കും, ബന്ധിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് പുതിയ ഭൂമിയും പുതിയ ആകാശവുമാണ്. പിന്നെ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, അതായത് വിശുദ്ധ ജനത്തോടുകൂടി പുതിയൊരു യെരുശലേം, അവിടെ ക്രിസ്തുവിനോടൊപ്പം നമ്മളായിരിക്കും. എങ്ങനെ മണവാട്ടിയെ പോലെ, ഭർത്താവിനായി ഒരുങ്ങിയ മണവാട്ടിയെ പോലെ. നോക്കൂ, പഴയ ഭൂമിയിലുള്ള സമുദ്രം ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന സമുദ്രം അവിടെ ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ, സമുദ്രം എന്നാൽ വെളിപ്പാട് പുസ്തകം പറയുന്നു ജനക്കൂട്ടമാകുന്നു. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമെന്നും ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗമെന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിന് അന്യരും പരദേശികളുമായ ജനക്കൂട്ടമില്ല. പുതിയ ഭൂമിയിൽ പുതിയ ആകാശത്തിന് കീഴിൽ 1000 ആണ്ട് വാഴ്ചയിൽ അവിടെ സമുദ്രമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരുങ്ങി ഉള്ളതാരാണ്? ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട തന്റെ മണവാട്ടിമാർ മാത്രമാകുന്നു. ആ വിളിയിലേക്ക് നമ്മെ വിളിച്ചു ചേർത്ത മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എന്റെ വചനം പ്രമാണിക്കുമില്ലാത്തവൻ കള്ളനാകുന്നു. വ്യാജം പറയരുത്. വ്യാജം പറയുന്നവർ സ്വർഗീയ പ്രവേശനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. കരുണയുള്ള കർത്താവേ, നമ്മൾ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അധരം കൊണ്ട് സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് അകലെയാണെങ്കിൽ വീണുപോയുടെ കൂട്ടത്തിലാകും. അതുകൊണ്ട് ജാഗ്രതയോടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലായിരിക്കാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. ഈ വചനം സംസാരിക്കുമ്പോൾ ആത്മവ്യവസ്ഥയിലാകുവാനും എമ്മോസരിക്കപ്പെട്ട ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് പോലെ ഇവിടെ സംസാരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആടുകളുടെ ഹൃദയത്തിൽ അങ്ങ് തന്നെ സംസാരിച്ച് കർത്തൃ ദിവസത്തിൽ എന്ന പോലെ ആക്കണമേ. അവസാനം ഇതിനെയൊക്കെയും സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ചെത്തി പിടിപ്പാക്കാനായി ഈ കേട്ട വചനപ്രകാരം എന്നെ സമർപ്പിക്കുന്ന സമർപ്പണമായ പ്രാർത്ഥനയാകുന്നു ആരാധന, യാഗം. ആ യാഗം അവിടുന്ന് പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് റാഞ്ചൽ പക്ഷി എന്ന പരിശുദ്ധാത്മാവിനെ അയച്ച കർത്താവെ, പാപത്തെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ പുതുക്കത്തിന്റെ ആത്മാവ് പ്രാപിച്ചുകൊണ്ട് ഇന്ന് നാം ഇവിടെ വന്നതുപോലെ അല്ല, ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഒരു പടി കൂടെ മുന്നോട്ടായിക്കൊണ്ട് പോകുവാൻ ആ അഭിഷേകത്തോടുകൂടി ഇവിടെ നിന്നിട്ട് മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളോ ഒന്നും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ അതേ അഭിഷേകത്തോടുകൂടി വീട്ടിൽ ചെന്ന് കയറുവാനും അവിടെ സ്വസ്ഥമായി ക്രിസ്തയേശുവിനോട് ജീവിപ്പാനും നമ്മെ കാണുമ്പോൾ തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകുന്നത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ തക്കവണ്ണം അങ്ങ് നമ്മെ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടിരിക്കണം. എന്താണ്? ഇവിടെ നിന്ന് സ്വർഗീയ മന്ന കിട്ടണം. ഈ നമുക്ക് ഭൂമിയിലേക്ക് എഴുതപ്പെട്ട് തന്നിരിക്കുന്നു. നമുക്കറിയാം ഈ മെസ്സേജും മർമ്മമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതിന്റെ വെളിപ്പാട് ഇപ്പോഴും ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ആ സ്വർഗീയ മന്ന സ്വർഗത്തു നിന്ന് വരണമെന്നല്ല, എവിടെ നിന്ന് വരണം? എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ വചനമെന്ന ക്രിസ്തു വെളിപ്പാട്. അത് ഹൃദയത്തിൽ എന്നോട് സംസാരിക്കണം. ഇവിടെ വചനം സംസാരിക്കുമ്പോൾ അതിന്റെ ആത്മീയ ആഴങ്ങളെ കർത്താവ് നമ്മോട് സംസാരിക്കണം. അങ്ങനെ ഒരു പ്രാക്ടീസ് നമുക്ക് വേണം. അങ്ങനെ ഉണ്ട് എങ്കിൽ വചനം വായിക്കുമ്പോഴോ മെസ്സേജ് കേൾക്കുമ്പോഴോ ഞാൻ എപ്പോഴും ഹൃദയത്തിൽ ശ്രദ്ധിക്കും. ഈ വായിക്കുന്നതല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ല ഗ്രഹിക്കേണ്ടത്. കർത്താവ് എന്നോട് സംസാരിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. ആ ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫെലിസ്ത്യൻ സൈന്യത്തിന് മുമ്പ് ആ ദാവീദ് ഈ സൈന്യത്തെ കണ്ടിട്ടും ഗോലിയത്തിനെ കണ്ടിട്ടും പേടിക്കാത്തതിന് കാരണം അവന് മുൻപ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ദൈവവുമായി എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ വാഗ്ദത്ത വചനത്തിൽ അവിശ്വസിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട അബ്രഹാമിനെ പോലെ അബ്രഹാമിന്റെ വിശ്വാസമാണ് ദാവീദിനും ഉണ്ടായിരുന്നത്. അതേ വിശ്വാസം തന്നെ നമുക്ക് വരണമെങ്കിൽ ഈ കാണുന്നതിലല്ല, എഴുതി വെച്ചിരിക്കുന്നതിലല്ല വിശ്വസിക്കാൻ. ഈ എഴുതി തന്ന കർത്താവ് എന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. എന്റെ ഉള്ളത്തിൽ വചനമെന്ന വിത്തുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ ഇവിടെ കൂട്ടിച്ചേർത്തത്. ആ കർത്താവ് എന്നോട് സംസാരിക്കണം. അപ്പൊ ഹൃദയം വൈബ്രേറ്റ് ചെയ്യും, വികാസം ഉണ്ടാവും.
ആത്മാവിൽ ഉണർന്നിരിക്കും, പരിസരം മറന്നുപോകും, ക്രിസ്തയേശുവിലെ ഭാവത്തോടു കൂടെ തന്നെ ആയിരിക്കും. അവരാണ് കർത്തൃ ദിവസത്തിൽ ആത്മവിവേചനത്തിലാകുന്നത്. പിന്നെ അവർ പരിസരം ഓർമ്മിക്കില്ല. ആ കർത്താവ് ആ നമ്മിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാകുന്നു മാത്രമാകുന്നു നിങ്ങൾ ഇവിടെ നിന്ന് വന്നത്. സ്തുതിക്കാനുണ്ട്, സ്തുതിച്ചു. ഇനി ലാസ്റ്റ് ഒരു ആരാധനയുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വന്നത് ദൈവ ശബ്ദം കേൾക്കാനാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായവൻ മാറാത്തവൻ, തന്നെക്കാൾ വലിയവനായി മറ്റൊരുവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ഒരു ആണയാൽ ഉറപ്പിച്ച് വാഗ്ദത്തങ്ങൾ മുഴുവനും ക്രിസ്തുവിൽ ഊന്നത്രേ. അത് വിശ്വസിക്കുന്ന ചെറിയൊരു കൂട്ടരാണ്. പക്ഷെ അതിന്റെ ഒരു വിശ്വാസം എന്നിൽ ഫലമായി കാണുന്നില്ലെങ്കിൽ നാം പരിശോധിക്കണം. വാഗ്ദത്തം ചെയ്ത വിശ്വസ്തൻ, നമ്മളിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്റെ പോരായ്മയായിട്ട് കണക്കാവൂ. ദൈവം വിശ്വസ്തനല്ല എന്നല്ല എണ്ണ, ദൈവം വിശ്വസ്തനാണ്. നാം ആണ് എവിടെയോ അവിശ്വാസത്തിൽ വീണുപോയിരിക്കുന്നത്. അവിടെ കർത്താവിനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്ന് ആയിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ മണവാളന്റെയും മണവാട്ടിയുടെയും ഭാവിയിലെ അല്ലെങ്കിൽ ഭൂമിയിലെ വീട്. അപ്പോൾ കർത്താവ് ജലത്താൽ ഭൂമിയെ കഴുകിയെങ്കിലും എല്ലാത്തിനെയും അവിടുന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളും സ്നാനമേറ്റു എങ്കിലും പരിശുദ്ധാത്മാവ് വന്ന് ഒരുപക്ഷെ എല്ലാവരെയും കത്തിച്ചിട്ടുണ്ടാവുകയില്ല. പൂർണ്ണമായി കത്തിച്ചിരുന്നാലും പിന്നെയും അവിടെ അവശേഷിക്കുന്നതായി നമുക്ക് വചനത്തിൽ കണ്ടു. എവിടെയാണ്? പരിശുദ്ധാത്മാവ് വന്ന് പൂർണ്ണമായി കത്തിച്ച ശേഷവും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയ്ക്കകത്തും ഉണ്ടായിരുന്നു പിശാച്. അവിശ്വാസികളും ഉണ്ടായിരുന്നു, എന്നാൽ വിശുദ്ധന്മാരും ഉണ്ടായിരുന്നു. നമ്മൾ വിശുദ്ധന്മാരുടെ ഗണത്തിലാകാൻ ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ശ്രമിക്കുന്നുകൊണ്ടല്ല, പക്ഷെ ഞാൻ സറണ്ടർ ആകണം. ഞാൻ ഏതുമില്ല കർത്താവെ, എനിക്ക് കഴിയുന്നല്ല, കർത്താവിന്റെ കൃപ എനിക്ക് വേണം, കൃപ എന്നെ താങ്ങിക്കൊള്ളണമേ. ഇതാകണം പ്രാർത്ഥന. ഓക്കെ, ഇപ്പോൾ പഴയ ലോകത്തിന്റെ ചട്ടക്കൂട് വെള്ളത്താൽ ഒരിക്കലും നശിച്ചു പോയിട്ടില്ല, അതായത് പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ലോകം കഴുകപ്പെടുക മാത്രമാണ് ചെയ്തത്. അതുപോലെ ലോകം എന്ന് പറയുമ്പോൾ പാപത്തെ സ്വീകരിച്ച് പാപത്തിൽ ജീവിച്ചിരുന്ന ജനത്തെ മുഴുവനും കൊന്നുകളഞ്ഞു. എന്നാൽ കൂടെ കുറച്ച് ജീവജാലങ്ങളെ കൊന്നു. പക്ഷെ അതിന്റെ ഒരു ഭാഗം അവശേഷിപ്പിക്കുന്നതിനായി ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ ഈ മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ കർത്താവ് കരുതിയിരുന്നു. അതുപോലെ തന്നെ ഇത് തീയാൽ കത്തി എരിഞ്ഞു കഴിഞ്ഞാലും ചട്ടക്കൂട് അതുപോലെ തന്നെ അവശേഷിക്കും. ദസൈതലോടാണ് ഞാൻ പറയുന്നതല്ല. ഞാൻ പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതെന്താ പാസ്റ്റർ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ വന്ന് കത്തിക്കുമെന്ന് പറഞ്ഞിട്ടും വീണ്ടും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദസൈതലോട് പറയുന്നു. അപ്പോൾ എവിടെയാണ് പൂർത്തീകരണം വരുന്നത്? സഭയിൽ ദിനം പ്രതി വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്താലാണ് നാം നമ്മെ തന്നെ ചെത്തി വെടിവാക്കുന്നത്. അപ്പൊ കർത്താവ് പ്രോസസ്സ് നിവർത്തീകരിച്ചു. നമ്മൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ജലസ്നാനത്താൽ പാപത്തെ കഴുകി. പണ്ട് നോഹയുടെ കാലത്ത് ഭൂമിയെ കഴുകിയതുപോലെ എന്നെ ജലത്താൽ സ്നാനത്താൽ കഴുകി. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെ കത്തിച്ചു. എപ്പോഴേ? അന്നു വരെ ഉള്ള കടും ചുവപ്പായിരുന്ന സകല പാപത്തെയും കത്തിച്ചു. അത് മനസ്സിലാക്കണം. അല്ല, ഇനിയും ഞാൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പരിഹാരം ഒരുക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അന്നത്തെ അഗ്നിയിൽ അത് കത്തിയിട്ടില്ല. ഇനി ആ പാപം കത്തേണ്ടത് എവിടെയാണ്? ദിനം പ്രതി ഞാൻ ഏറ്റുപറയുന്ന പാപയാഗം ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ വീണ് അത് കത്തും ദിവസവും. പാപം എല്ലാം നമ്മൾ എത്രയൊക്കെ പ്രസംഗിച്ചാലും പറഞ്ഞാലും ജീവിച്ചാലും ദിനം പ്രതി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. ഇത് അംഗീകരിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് വചനം പറയുന്നത്. നാം പാപി അല്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ വഞ്ചിക്കുന്നു. എത്ര വിശുദ്ധ ജീവനം ജീവിച്ചാലും പാസ്റ്ററായാലും പാസ്റ്റർമാരായാലും ഡീക്കനായാലും വിശ്വാസിയായാലും വിശുദ്ധൻ എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്ക് ഉറപ്പായിരുന്നാൽ പോലും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് മനസ്സിലാകണം. മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ചിട്ട് പാപത്തിൽ ഇടകലരരുതെന്ന് പറഞ്ഞിട്ട് പാപത്തിൽ ഇടകലരാൻ കഴിയാത്ത സ്ഥലത്തുകൂടെ അല്ല മടക്കിക്കൊണ്ട് വന്നത്. ഞാനിപ്പോ വരച്ച് കാണിച്ചു തരാം. അത് ഉദാഹരണമാണ്. ഇവിടെയാണ് മിസ്രയീമിൽ നിന്ന് വരിക. ഇവിടെയാണ് ഈ ഇസ്രായേൽ കൊണ്ടുവരേണ്ടത്.
ഇവിടെ നിന്ന് കർത്താവിന് ഇങ്ങനെ കൊണ്ടുവരാം. പക്ഷെ കർത്താവ് കൊണ്ടുവന്ന ഒരു ദിവസം നമ്മുടെ പടം കാണിക്കുക. ഇവിടെ നിന്ന് വിളിച്ച് ഇങ്ങനെ ഒരു കറക്കം കറങ്ങി ഇങ്ങ് താഴെ വന്നു. എവിടെ? പാപികളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് തിരികെ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഒരു കറക്കം കറങ്ങിയിട്ടാണ് ഇവിടെ കൊണ്ട് കൂട്ടിച്ചേർത്തത്. നോക്കൂ, അല്ല ദേശം, അത് കടന്നുപോയ ദേശമെല്ലാം പറയുന്നുണ്ട്. അപ്പോ എന്തിനാണ് ഞാൻ ഇത് പറയുന്നത് അറിയാമോ? നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കുഞ്ഞുങ്ങളെ, അതായത് വീണ്ടും ജന്മം പ്രാപിച്ചത്, നിങ്ങൾ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ദൈവത്തിന്റെ വലതു ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ ലോകം പഠിപ്പിക്കുന്ന പോലെ യേശുക്രിസ്തുവിടെ ചാമ്പ്രം അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നല്ല. ആ പാപപരിഹാര മാർഗം നാം അപേക്ഷിക്കുമ്പോൾ ആ പാപം മോചിക്കുന്നതിന് വേണ്ടുന്ന വചനം എന്നും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. അപ്പോൾ തന്നെ കുഞ്ഞാട് അറക്കപ്പെട്ടതായി വലതു ഭാഗത്തെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു തുള്ളി രക്തം ചീന്തണം. അറക്കപ്പെട്ട കുഞ്ഞാട് ഇന്നും നമുക്ക് വേണ്ടി അവിടെ വാദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ ആ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ യാഗം അർപ്പിക്കുകയാണ്. നാം എല്ലാവരും ദിനം പ്രതി സെക്കൻഡ് വെച്ചിട്ട് പാപം വരുന്നു. ചിന്തകൾ പോലും പാപമാണ്. കൊലയും കൊള്ളയും വ്യഭിചാരവും മോഷണവും പിടിച്ചുപറിയും മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. എല്ലാം അങ്ങനെ നോക്കിയാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നു. അതാ പറഞ്ഞത്, സ്വന്തം കണ്ണിലെ കോല് എടുത്തു മാറ്റിയിട്ട് വേണം അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ. ഞാൻ ആരാണെന്ന് എനിക്ക് എന്നെ അറിയാവുന്നത് പോലെ കർത്താവിന് എന്നെ അറിയാം. അത് കർത്താവ് മുന്നമേ കണ്ടിട്ടാണ് കുഞ്ഞുങ്ങളെ വീണ്ടും ജനനം പ്രാപിച്ചവർ. ദൈവസഭയിലായിരുന്നാലും നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ചിന്തകൾ പോകാം. ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചവരെ കുറിച്ചോ, നമ്മൾ ഈ വചനം പറയുമ്പോൾ തന്നെ എന്നെ വേദനിപ്പിച്ചവൻ അനുഭവിക്കുമെന്ന് പറഞ്ഞാലും പാപമാണ്. കാര്യം അവനെ ഓർത്തുകൂടെ പ്രാർത്ഥിച്ചാലേ എനിക്ക് അനുഗ്രഹം ലഭിക്കൂ എന്ന് വചനം പറഞ്ഞിരിക്കെ ആ വചനത്തിന് വിരുദ്ധമായി ഞാൻ ചിന്തിച്ചാൽ തന്നെ പാപം. ഇരിക്കുന്നവിടെ ദൈവസഭയിലാണ്. ഇതൊക്കെ ഓർമ്മപ്പെടുത്തുവാനും നമ്മെ ശരിയായ വണ്ണം നടത്തുവാനാണ് കർത്താവിന് തന്നെ വരവ് താമസിപ്പിച്ചിരിക്കുന്നത്. അത് എന്നോട് കാണിക്കുന്ന സ്നേഹമാണ്. അപ്പോൾ മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ ഒരു രാജ്യത്തിൽ നിന്ന്, എല്ലാം കൂടെ ആയിപ്പോയി, റൗണ്ട് കൂടുതൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ജനത്തെ വിളിക്കുമ്പോൾ ഇതൊരു രാജ്യമാണ്. ഈ പുറത്തേക്ക് വിളിക്കുന്നത് തന്നെ ഒരു രാജ്യം, വിശുദ്ധ വംശം, സ്വന്തം ജനമായിരിക്കേണ്ട ജനത്തെ പാപത്തിൽ മുഴുകിയ രാജ്യങ്ങളിൽ അവിടെ കൊണ്ടുവന്ന് തമ്പടിച്ച് സമാഗമ കൂടാരം പണിത് ടെന്റ് അടിച്ച് ഇവിടെ എല്ലാം താമസിച്ച് 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. പാപികളുടെ ഇടയിൽ തന്നെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇവരെക്കാൾ സൗന്ദര്യം എവിടെയാണെന്ന് അറിയാമോ? ലോകത്തിനാണ്. അതുകൊണ്ട് പാട്ട് ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ. ഇപ്പം വീണ്ടും ജന്മം പ്രാപിച്ച ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നാൽ സാധാരണ ലോകത്തുള്ളവരെ പോലെ അണിഞ്ഞൊരുങ്ങാറില്ല. ലോകം പറയുന്നത് എന്തൊരു ഈ ചെറു പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നത്, കമ്മലും ഇല്ല, മാലയില്ല, പൊട്ടും ഇല്ല, കുറിയും ഇല്ല, ആടയാഭരണങ്ങളില്ല, മുടി ബോബ് ചെയ്യുന്നില്ല, നല്ല നല്ല ലിപ്റ്റിക് ഇടാം, എന്തെല്ലാം മോഡിഫിക്കേഷൻ ചെയ്ത് ഡ്രസ്സുകൾ ഇടാം. അപ്പൊ ലോകം കാണുന്ന സൗന്ദര്യം ഇവിടെ ഉണ്ടാകില്ല. എന്നാൽ സൗന്ദര്യമുള്ളത് ലോകത്താണ്. അത് ദൈവം വെറുക്കുന്നു. അതാണ് ഇസബേൽ എന്ന് നമുക്ക് എടുക്കാം. ഇസബേൽ എന്നൊരു സ്ത്രീ, നമുക്കൊരു മെസ്സേജ് ഉണ്ട്, അവരുടെ ശരീരം പട്ടി തിന്നു. അപ്പൊ നമ്മൾ ഈ അണിയിച്ചൊരുക്കി ലോകത്തെ പ്രദർശിപ്പിക്കുക, എന്നെ പ്രദർശിപ്പിക്കാനല്ല. ലോകം എന്നെ കാണുമ്പോൾ ഞാൻ കൊള്ളാമെന്ന് ആഗ്രഹം എന്നിൽ വരുന്നത് തന്നെ പാപമാണ്. മറ്റൊരുവനെ കൊണ്ട് എന്റെ ശരീരത്തെ മോഹിപ്പിക്കുകയാണ്. ഞാൻ ബൈബിൾ വായിച്ചാലും പാടിയാലും പ്രാർത്ഥിച്ചാലും വിശുദ്ധീകരണം ചെയ്താലും എന്ത് തന്നെ ചെയ്തിരുന്നാലും ഞാൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഞാൻ എവിടെയാണ്? പാപം നിറഞ്ഞ പട്ടണത്തിലാണ് ഇരിക്കുന്നവിടെ, ദൈവസഭയിലും. അപ്പൊ മറ്റൊരുവൻ മോഹിക്കാൻ തക്കവണ്ണം നാം അണിഞ്ഞൊരുങ്ങുവാൻ തക്കവണ്ണം കണ്ണാടിയുടെ മുമ്പിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചാലേ പല രൂപങ്ങളും ഭാഷകളൊക്കെ ചെയ്തിട്ട് എന്റെ ആഭരണം കൊള്ളാമോ, ശരീരം കൊള്ളാമോ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് ഇതെല്ലാം കൊള്ളാമോ എന്നൊക്കെ നോക്കുന്നു എങ്കിൽ വീണുപോയവരുടെ കൂട്ടത്തിൽ വരും. ഇത് നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പോൾ കർത്താവ് ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് വന്നിട്ട് പാവികളുടെ ഇടയിലൂടെ കൊണ്ട് നടത്തുക മാത്രമല്ല, അവിടെ തമ്പടിച്ച് താമസിപ്പിച്ച് അവരുടെ സ്ത്രീകളായിരുന്നു സൗന്ദര്യമുള്ളത്. അത് 36 കണ്ടല്ലോ. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യവതികളെന്ന് കണ്ടിട്ട്, കണ്ടോ, അവർ ദൈവജനം,
അവർക്ക് ആടയാഭരണങ്ങളോ ബാഹ്യ സൗന്ദര്യങ്ങളോ കുറവായിരിക്കും. ലോകത്തിന് സൗന്ദര്യം കൂടുതല. അങ്ങനെ സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ച്, വിഗ്രഹാരാധികളുടെ ഇടയിൽ കൊണ്ട് താമസിപ്പിച്ച് അവരുമായി ഇടകലർന്ന് അവരെ പരിശോധിക്കുകയായിരുന്നു. വിളിച്ചു പുറത്തൊക്കെ കൊണ്ടുവരുമ്പോഴേ ദൈവം വാഗ്ദത്തം നൽകും. ആ വാഗ്ദത്തം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഏത് പ്രതിസന്ധികളിലൂടെ ദൈവം കടത്തിവിട്ടാലും വാഗ്ദത്തം ചെയ്ത ക്രിസ്തു എന്നെ കാണുന്നു, അവൻ മാർക്കിടുന്ന ഒരു സമയമാകുന്നു ഇപ്പോൾ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കാം, ആ ബാസ് എന്നല്ല, ബാസ് പറഞ്ഞാൽ എനിക്കും പറയാം, എന്റെ ഭാര്യ എന്നല്ല, ഭർത്താവല്ല, വിശ്വാസി എന്നല്ല, സ്നാനപ്പെട്ടവരല്ല, അവര് പറഞ്ഞാൽ എനിക്ക് പറയാം. അങ്ങനെ അല്ല, അവരിൽ നിന്ന് വേർപെട്ടിരിപ്പേൻ. പഴയ നിയമം പോലെ പറയുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. വെളിപ്പാട് 18:4 പറഞ്ഞു, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. അങ്ങനെയെങ്കിൽ ഇന്നും നമ്മെ വിളിച്ചിട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുന്നതും ഇതുപോലെ സ്ഥലങ്ങളില്ല. ഇതുപോലെ പാപമുള്ള സ്ഥലങ്ങളിൽ കൂടെ തന്നെ കർത്താവ് നമ്മെ നയിച്ചു കൊണ്ടുപോകും. വീണു പോകുമോ? രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. ഒരു കൂട്ടർ പാപം ചെയ്യുമ്പോ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, എന്നോട് പാപം പറഞ്ഞതുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഞാൻ പാപത്തിൽ വീണത് എന്ന് പറയുകയല്ല വേണ്ടത്. അവർക്കും വാഗ്ദത്ത വചനം നൽകിയിരിക്കുന്നു, നിങ്ങൾക്കും അവിടെ സംരക്ഷണമായി നിൽക്കാം. ക്രിസ്തു സംരക്ഷണമായിരിക്കണം, കൃപ സംരക്ഷണമായിരിക്കണം. അല്ല എനിക്ക് കഴിയുമെന്നല്ല. നമുക്ക് കഴിയില്ല. നമുക്ക് വചനം എന്താ പറയുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പാൻ അത്രേ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ദൈവസഭയുടെ ഭാഗമായാലും ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ഒരു സ്വർഗീയ ജീവിതം ജീവിക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് നമ്മെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവ്. അതാണ് നമ്മൾ കൃപയ്ക്കായി ആശ്രയിക്കേണ്ടത്. ഓരോ നിമിഷം കർത്താവേ, ഞാൻ ഏതുമില്ല, എന്നെ സഹായിക്കണമേ കർത്താവേ. അല്ല എനിക്ക് കഴിയുന്നു, ഞാൻ നിൽക്കും, ഞാൻ പിടിച്ചോളാം, ഞാൻ നിന്നുകൊള്ളാം, ഞാൻ സ്വർഗീയ പ്രവേശനം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക സിസ്റ്റർ, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുകയല്ലോ, നല്ലോണം. ഇത് മിസ്രയീം ഒരു ഉദാഹരണം പറയുകയാണ്. കർത്താവ് മിസ്രയീമിൽ നിന്ന് വിളിക്കുന്ന ജനത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ഇവിടേക്ക്. ഇവിടുന്ന് ഈ ജനത്തെ ഇങ്ങനെ വഴി നടത്തി, ഒരു ഉദാഹരണം 40 ദിവസം കൊണ്ട് എത്താവുന്ന ദൂരം ഉണ്ടായിരിക്കെ കർത്താവിന്റെ വചനം ഉൽപ്പത്തി മുതലേ ഏദൻ തോട്ടത്തിൽ പരിശോധകനെ ആക്കിയതിന് ശേഷമാണ് ആദാമിനെ ഹവ്വയെ അവിടെ ആക്കിയത്. അപ്പോൾ തെറ്റിക്കുന്നവൻ വേണം എന്നും ദൈവത്തിന്റെ ജനം ജയിക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് എല്ലാപ്പോഴും മല്ലനായ ഗോലിയാത്തിനെ അല്ലെങ്കിൽ ശത്രുവിനെ നമ്മോടൊപ്പം നമുക്ക് മുൻപായി വെച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിൽ നിന്ന് നാം ജയിക്കണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒരു മനുഷ്യനും ജയിക്കാൻ കഴിയില്ല. ജയിക്കാൻ കഴിയുന്ന ഏക വ്യക്തി ആരാണ്? ദൈവസഹായം ലഭിക്കുന്നവർ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കുന്നവർ. ഞാൻ ദൈവസഹായം പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞത്, ദൈവസഹായം. അവിടുത്തെ ദൈവം തന്നെയാണ് ഇന്ന് നമുക്ക് സഹായകനായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് തന്നെയാണ് നമ്മുടെ രക്ഷകനായി വന്ന കർത്താവായ യേശു ക്രിസ്തു. ഇതാകുന്നു നമ്മുടെ വിശ്വാസം. അപ്പോൾ മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ വിളിച്ചിട്ട് 40 ദിവസം കൊണ്ട് പാപമില്ലാത്ത വഴികളിലൂടെ നടന്ന് ദൈവജനത്തെ വിശുദ്ധീകരിച്ച് യെരുശലേമിൽ കൊണ്ടുവരാമെന്നിരിക്കെ കർത്താവ് ചെയ്തത്, ഇവരെ ഇവിടെ നിന്ന് വിളിച്ച് ഒരു റൗണ്ട് കറങ്ങി നേരെ ശമരിയ പട്ടണം വഴി മോവാബിലും അരാമ്യ ദേശത്തില്, എവിടെ ലോത്തിന്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങൾ ജനിച്ച പാപത്തിൽ വീണ് കിടന്ന ദൈവജനവും വിഗ്രഹാരാധികളും ദൈവത്തെ തള്ളിക്കളഞ്ഞ ജനത്തിന്റെ ഇടയിലൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെയും ഓരോ സ്ഥലത്തും തമ്പടിക്കുകയാണ്. തിരികെ ഇവിടെ വന്ന് പിന്നെ ഇവിടെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ പുറപ്പാടില് ഓരോ സ്ഥലത്തും അവിടെ കൂടാരമടിച്ച് അവിടെ താമസിപ്പിച്ച് അവരുടെ ദേവന്മാരെ ആരാധിക്കാൻ ഇടയാക്കി, സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ട് മോഹിക്കാൻ ഇടയാക്കി, വിവാഹം കഴിക്കാൻ ഇടയാക്കി, എല്ലാ തരത്തിലുള്ള പാപം നിറഞ്ഞ പട്ടണത്തിലൂടെ കൊണ്ടുവന്നിട്ട് രണ്ട് ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഒന്ന്, ഈ ജനത്തെ, ഇവിടെ മിസ്രയീമിൽ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ
400 വർഷമാണ് അവിടെ ഇരുന്നത്. 70 പേരുമായി വന്നത് ഏകദേശം 6 ലക്ഷം പുരുഷന്മാരുടെ കണക്കാണ്. ബൈബിൾ എപ്പോഴും പുരുഷന്മാരുടെ കണക്കാണ്. 6 ലക്ഷം പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പുരുഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിവാഹം കഴിഞ്ഞവരാണ് പുരുഷന്മാർ, മാൻ, ജെന്റിൽമാൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ഗേൾ അല്ലെങ്കിൽ ബോയ് എന്നാണ് പറയുന്നത്. അപ്പൊ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ 6 ലക്ഷം. അന്ന് ബഹുഭാര്യത്വം നിലവിലുള്ള സമയമാണ്. ഒരു വ്യക്തിക്ക് 3, 4, 5, 6 ഭാര്യമാരുണ്ടാവും. അതിൽ എത്രയോ കുട്ടികളുണ്ടാവും. അങ്ങനെ വന്നാൽ ഏകദേശം 30 ലക്ഷം. നമ്മൾ 30 ലക്ഷം പറയാൻ കാരണം എന്താ? പ്രവാചകന്റെ കർത്താവ് അവിടെ 3 പേരാണ് എടുക്കപ്പെട്ടത്. 10 ലക്ഷത്തിൽ 1 എന്ന കണക്ക് വെച്ചിട്ടാണ് നമ്മളെ ഉദാഹരണം. അപ്പൊ 6 ലക്ഷം പുരുഷന്മാര്, അവർക്ക് 4, 5 ഭാര്യമാര്. ഇപ്പം 2 ഭാര്യമാരയച്ചാൽ തന്നെ 12 സ്ത്രീകളായില്ലേ? 3, 4, 5 അയച്ചു, എത്ര ലക്ഷമായി? പിന്നെ കുട്ടികൾ എത്രയായി? പെൺകുട്ടികൾ എത്രയായി? അങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് ജനത്തെ ദൈവം ഇവിടെ നിന്ന് വിളിച്ച് ഇത്രയും കൊണ്ടുവരാൻ കാരണം ഇവിടെ അവർ അടിമത്വത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെ സ്വാതന്ത്ര്യത്തിലാണ് വരേണ്ടത്. ക്രിസ്തുവിൽ നമ്മെ സ്വതന്ത്രനാക്കണം. അപ്പൊ നമ്മിലുള്ള നമ്മുടെ കാര്യം ഓർമ്മ പറഞ്ഞു. ഞാൻ ഇസ്രായേലിലെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇത് ദൈവത്തിന്റെ ആടായ നിങ്ങളിൽ കിട്ടേണ്ടതാണ്. ലോകത്ത് സംഘടനാ സഭയിലായിരുന്നപ്പോൾ അവർ നമ്മെ യഹോവ കീറിക്കളയുന്നവനാണ്, പാറപ്പുറത്ത് അടിക്കുന്നവൻ, ചുറ്റികയാണ്, അവൻ ആരാധിച്ചില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കും, ശിക്ഷിക്കും എന്ന് നമ്മളെ അടിമത്വത്തിൽ പഠിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ദൈവം അന്ന് അങ്ങനെ ചെയ്തു. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിന്നവരെ ദൂതന്മാരെ ഇറക്കിയിട്ട് ഒരു ദിവസം 2 ലക്ഷം വരെ കൊന്നു കളഞ്ഞ ചരിത്രമുണ്ട്. ദൈവത്തിന്റെ സൈന്യത്തോട് എതിർത്തുന്നവരെ കൊന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ കൊന്നതുണ്ട്, കഴുത്ത് വെട്ടി കൊന്നതുണ്ട്, എല്ലാം ഉണ്ട്. അത് കണ്ടിട്ട് യഹോവ രക്തദാഹി എന്ന് പറയുന്ന വിശ്വാസികൾ തന്നെ ഇന്നും ഉണ്ട്. ആ ദൈവം ചെയ്ത കർത്താവ് വചനം കൊടുത്തപ്പോൾ നിങ്ങൾ എന്റെ വചനത്തിൽ അല്ലെങ്കിൽ കൽപ്പനയിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും. അല്ല, കൽപ്പനയ്ക്ക് പുറത്തു പോയാൽ അവർ ശത്രുക്കളാണ്, അവരെ കൊല്ലണം. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ കർത്താവ് ഇവിടുന്ന് ജനത്തെ, ഈ അടിമത്വത്തിൽ കഴിഞ്ഞ ജനത്തെ സ്വതന്ത്രമാക്കി ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി കൊണ്ടുവരുമ്പോൾ അവർ പൂർണ്ണമായും തികച്ചും ഒരു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാകണം. പഴയ ഓർമ്മ പോലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ജലസ്നാനത്തിലൂടെ നമ്മൾ നടക്കുന്നത്. പഴയ പാണ്ഡിത്യം, പഴയത് മുഴുവൻ കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. പഴയ എല്ലാ പാണ്ഡിത്യവും ഇനി വേണമെങ്കിൽ പഴയ ബൈബിൾ പഠിച്ച നോട്ടുകൾ ഉണ്ടെങ്കിൽ, പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്കുക. അത് വചനമാണ് അവർ പഠിപ്പിച്ചത്. നമ്മൾ വചനമല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ വചനത്തിന് ഉള്ളിലുള്ള വെളിപ്പാടാണ് പഠിപ്പിക്കുന്നത്. ദൈവം തന്റെ സഭയെ പണിയുന്നത് വെളിപ്പാടില്ല. അവർ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിലും ഞാൻ പിതാവിനോട് ചോദിച്ച് മറ്റൊരു കാര്യത്തിനായിരിക്കും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് അവരന്വേഷിക്കുന്നത്. നമ്മൾ എടുക്കുന്നതോ ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അതായത് ഞാൻ തന്നെ, ഞാൻ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും, ഒരു നാളും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ വചനം നമ്മൾ എടുക്കുമ്പോൾ അത് വെളിപ്പാടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാനും ഇവരെ പരിശോധിക്കലുമായി പാപം നിറഞ്ഞ പട്ടണത്തിലൂടെ കൊണ്ടുവന്ന് 40 വർഷം വഴി നടത്തിയിട്ട് 20 വർഷം, അതായത് ഇവിടെ വന്നതെല്ലാം ഏകദേശം 20 വയസ്സ് പ്രായമുള്ളവരാണ്. 20 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൽ ഒരു വ്യക്തികളെയും കർത്താവ് എടുത്തിട്ടില്ല, മോശ ഒഴികെ. 20 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 40 വർഷം അവർ യാത്ര ചെയ്ത് 20 വർഷം കൊണ്ട് ഇവിടെ, ഒരു ഉദാഹരണം, ഇവിടെ എത്തി. ഇവിടെ വന്നതിന് ശേഷം ജനിച്ചവരാണ്. ഇതാണ് 20 വർഷം. ഇത് 20 വർഷം, മൊത്തം 40 വർഷം യാത്ര. അപ്പൊ 20 വർഷം ജനിച്ച അടുത്ത തലമുറയാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടണം. അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ എന്നിലുള്ള സകല പാപത്തെയും അടിമത്വത്തെയും പഴയ പാണ്ഡിത്യത്തെയും കത്തിച്ച് കളഞ്ഞ ശേഷം പുതിയൊരു മനുഷ്യൻ. അല്ലാതെ ഇനി എന്നെ അല്ല കർത്താവ് എടുക്കുന്നത്, എന്റെ മകനെയാണ്, മകളെയാണ് എന്നതല്ല പറയാൻ. എന്നെ തന്നെ, പക്ഷെ എന്റെ പഴയ മനുഷ്യൻ പൂർണ്ണമായി മരിച്ചിരിക്കണം. എന്റെ പഴയ പാണ്ഡിത്യം, ഇതാണ് പൗലോസിനെ കർത്താവ് വെച്ചിരിക്കുന്നത്. പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. അവൻ അത് ചപ്പും ചവറുമെന്ന് തന്നെ. അന്ന് ഗമാലിയന്റെ പാഠപദ്ധതിയിൽ നിന്ന് പഠിച്ചതിനും യഹൂദ മതത്തിൽ അവന്റെ അത്ര മുതിരുന്ന ഒരുവനുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആ പാണ്ഡിത്യം മുഴുവൻ കുഴിച്ചിട്ടിട്ട് പുതിയത് ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ ഞാൻ പ്രാപിച്ചത്, അതെ പുതിയ മനുഷ്യൻ. അതുപോലെ നമ്മളിലുള്ള പഴയ പാണ്ഡിത്യങ്ങളെല്ലാം വിടണം. അത് വെളിപ്പാടിലല്ല കെട്ടപ്പെട്ടത്.
നോക്കൂ, പുതിയ വീഞ്ഞ് പഴയ തുരുത്തി കൊണ്ട് വെക്കരുത്. ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നും. അത് എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നത്? അവർ പുരോഹിതനല്ലേ, പാസ്റ്റർ അല്ലേ, അവിടെ അത്ഭുത അടയാളം വീര്യപ്രവൃത്തികളില്ലേ, ഇത്രയും ലക്ഷക്കണക്കിന് ജനമില്ലേ എന്നാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ആ മനുഷ്യരെയാണ് കാണുന്നത്. ദൈവത്തിന്റെ വെളിപ്പാടിനെ കാണാൻ കഴിയുന്നില്ല. വെളിപ്പാട് ലഭിച്ച കൂട്ടർ എപ്പോഴും ചെറുതായിരിക്കും, കുറവായിരിക്കും. അവരെ ലോകം, അതായത് സഭകൾ പരിഹസിക്കും, വെടക്കെന്നെണ്ണും. അപ്പോൾ ഈ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ജനിച്ച കുഞ്ഞ് ഇവിടെ വന്നപ്പോൾ 20 വയസ്സും ഇവിടെ വരുമ്പോൾ 40 വയസ്സും എന്ന് പറഞ്ഞാൽ ഇവരിൽ ആരെയും എടുത്തിട്ടില്ല. യോശുവയും കാലേബും ഏകദേശം 20 വയസ്സായപ്പോൾ അവർ രണ്ടുപേരും എടുത്തെങ്കിൽ അതിനു മുമ്പായി ഈ അടിമത്വത്തിൽ ജനിച്ചവരെ അവർ ഒരു കാരണവശാലും അവരുടെ ആ പഴയ പാണ്ഡിത്യം വിടാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവർ ആരെങ്കിലുമൊക്കെ വിട്ടു കാണുമല്ലോ എന്ന് നമുക്ക് തോന്നാം. എങ്കിൽ ദൈവം അവരുടെ ആ പാണ്ഡിത്യം വിട്ടു കളഞ്ഞില്ല എന്നത് കാണാൻ കഴിയാത്തൊരു ദൈവം എന്ന് വരും. ശരീരങ്ങളെയല്ല കർത്താവ് നോക്കുന്നത്, ഹൃദയങ്ങളെ എത്ര നോക്കുന്നത്. ഇന്ന് നമ്മളും ഈ സഭയിൽ വന്നിരുന്നിട്ടും അവിടത്തേതിനാണ് മഹത്വം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ആകാം. കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആകാം. ഞാനും ഈ സഭയിൽ വന്നിട്ട് 3 ആഴ്ച ഈ സഭയിൽ ഇരുന്നു. പക്ഷെ സ്നാനപ്പെടുന്നതിന് മുമ്പാണ് 3 ആഴ്ച സഭയിൽ വന്നിരുന്ന് ഞാൻ വീണ്ടും പോയി പഴയ സഭയിൽ. അവിടെ ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ അല്ല വെളിപ്പാട്, ഇവിടെയാണ് വെളിപ്പാടെന്ന്. പിന്നെ വന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സ്നാനം ഏൽക്കണം. 1-2 ആഴ്ച ഇവിടെ ഞായറാഴ്ചകളിൽ പോയി സ്നാനം കേട്ട സ്നാനത്തിന്റെ ക്ലാസ് കേട്ട ശേഷം സ്നാനപ്പെട്ടു. പിന്നെ പഴയയിലേക്ക് പോയിട്ടില്ല. അപ്പോ പഴയ സ്വഭാവം മുഴുവനും ദാസ്യത്വത്തിന്റെ ആത്മാവിനെ കളഞ്ഞിട്ട് സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ നാം പ്രാപിക്കേണ്ടതുണ്ട്. എന്തിനാണ്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ. ഇവിടെ അവരെന്താ വിളിച്ചിരുന്നത്? അടിയൻ, ദാസൻ, ഏഴയും പുഴുവും കൃമിയും. ഇതാണ് എന്റെ വീട്ടിൽ പാലിയേച്ച സമയത്ത് ഒരാളൊരു വചനം കൊണ്ടുവന്നു. എന്തോ ഒരു അമ്മ പോകുന്ന ചർച്ചിലൊക്കെ കൊണ്ടുവന്നാണ് സങ്കീർത്തന ഒരു വചനം, അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനത് അവിടെ എടുത്ത് വെച്ചില്ല. മാസങ്ങൾക്ക് ശേഷം അവർ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കണ്ടു. അവർക്ക് മനസ്സിലായി. പിന്നെ അവിടെ വേറെ ഒന്നും വെച്ചു, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള അതിനടുത്ത് വെച്ചു. ഈ അടിയൻ, ദാസൻ, ഏഴ, പുഴു, കൃമി അതാണ് മരിക്കേണ്ടത്. ഇതാ ഇവിടെ നമ്മെ കർത്താവ് വിളിച്ചപ്പോ വചനം പറയുന്ന സ്വപുത്ര അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട സ്വപുത്രത്തിന്റെ ആത്മാവിനെ അത്രേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് കൂട്ടവകാശികളും. യേശു എവിടെയെങ്കിലും പ്രാർത്ഥിക്കുക വരുമ്പോൾ അടിയൻ, ദാസൻ, കർത്താവേ എന്നെ സഹായിക്കണമേ, അടിയൻ പുഴുവാണ്, ഏഴയാണെന്ന് യേശു എവിടെയെങ്കിലും മാതൃക കാണിച്ചു തന്നോ? ബൈബിൾ പറയുന്നു അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. യേശു വിളിച്ചത് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം. എപ്പോഴാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഇപ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണുന്നവരും കൂടെ പറയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ദാസ്യത്വത്തിന്റെ ആത്മാവാണ്. അതിനെ വിട്ടുകളയുക. സ്നാനപ്പെട്ടിരുന്നാലും ശരി തന്നെ, അതിപ്പോൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ പൂർണ്ണമായി വിട്ടുകളയുക. കാര്യം എന്താ? നാം ക്രിസ്തു. ഒരു ഉദാഹരണം എന്റെ മോന്റെ കാര്യം തന്നെ പറയാം. എന്റെ മോൻ ഇപ്പൊ നമ്മൾ ബൈബിളിൽ ഒരു കഥയുണ്ട്. അവൻ അവിടുന്ന് പുറപ്പെട്ടു പോയപ്പോ അവൻ എന്താ ചിന്തിച്ചത്? അപ്പന്റെ വീടുകൾക്ക് പന്നിക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ എനിക്ക് കിട്ടിയെങ്കിൽ. അവൻ അവിടെ ദാസനായിരുന്നു. അവൻ തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവനെ എങ്ങനെയാ സ്വീകരിക്കുന്നത്? പിന്നെ പഴയ ദാസത്തിന്റെ ആത്മാവുമായിട്ട് ഇവിടെ നിന്നാൽ ഈ അപ്പൻ യവന് വേണ്ടി കഷ്ടപ്പെട്ടതും കരുതലെല്ലാം വൃഥാവായി പോകില്ലേ? എന്റെ യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി മരിച്ചത്, തല മുതൽ പാദം വരെ ഉഴവ് ചാല് പോലെ കീറി മുറിക്കപ്പെട്ടത് എന്റെ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ മാറ്റിയിട്ട് സ്വപുത്രന്റെ ആത്മാവിനെ തന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനാ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടിയൻ ഏഴയാണ്, പുഴുവാണ്, കൃമിയാണ് എന്ന് പറയാനല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ അതിനു മുമ്പ് ഒരു ആത്മാവ് വന്നിരിക്കണം. എന്റെ ബുദ്ധിയാണ് വിളിക്കണമെങ്കിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ എപ്പോഴും ദാസ്യത്വത്തില. അതാ ഗലാത്യർ 4 പറയുന്നത്, അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഗതികെട്ടവനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആകുന്നു പൗലോസൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഗലാത്യർ 5 പറഞ്ഞു, ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്നവരെ അംഗച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അപ്പോൾ ഈ ദാസത്വത്തിന്റെ ആത്മാവിന് നമ്മളിൽ മാറണം. മിസ്രയീം ജനത്തെ നോക്കിക്കൊണ്ടിരിക്കരുത്. ഇത് മാറുവാനായും പാപത്തിന്റെ വഴിയിൽ നമ്മെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് നമ്മൾ അതിൽ വീണു പോകുന്നു എന്ന് കർത്താവ് പരിശോധിക്കും. ആ പാപത്തിൽ വീണുപോയെങ്കിൽ അവിടെ ലഭിക്കുന്ന മാർക്ക് ഇൻഡു ആണ്. ഇവിടെ പാപത്തിൽ ജയിച്ചുവെങ്കിൽ ലഭിക്കുന്ന മാർക്ക് ടിക്കാണ്. ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു
ഈ ക്രൂസിലൂടെ കർത്താവ് നമ്മെ ജയിച്ചവനായി കാണും. അങ്ങനെയെങ്കിൽ എവിടെ ഇരിക്കുന്നു? ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. അവിടുത്തെ പ്രധാനപ്പെട്ട വരി അടുത്ത നോക്കണം. ജയിക്കുന്നവനെ എന്റെ പിതാവിനോടുകൂടെ ഇരുത്തും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നോടുകൂടെ ഇരുത്തും. നമ്മൾ ഉയർത്തെഴുന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും, ഈ പിതാവ് എന്ന് നിങ്ങൾ വേറെ എന്ന് പറഞ്ഞവൻ വേറെയല്ല, അത് ഞാൻ തന്നെയാകുന്നു. അത് അങ്ങ് യോഹന്നാൻ 8:24 പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ഈ അബ്ബാ പിതാവ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈ പിതാവ് എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തു തന്നെ. അതിപ്പോ ഡെയിലി മന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാപ്രവാചകൻ 40:3 എന്ന് പറഞ്ഞ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി ഒരുക്കുവിൻ. ഈ പെരുവഴി ഒരുക്കുവാൻ ഒരു ദൂതനെ അയക്കും. ആ ദൂതൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരുന്നവനാണെന്നും അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിക്കുമെന്നും ലൂക്കോസ് 1:17 അത് യോഹന്നാൻ സ്നാപകനാണെന്ന് മനസ്സിലാവുകയും യോഹന്നാൻ സ്നാപകൻ തന്നെയാണെന്ന് പിന്നെ പരിശുദ്ധാത്മാവ് മാർക്കോസിലൂടെ മത്തായിലൂടെയും അറ്റസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാവിതെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. മത്തായി 3:3 മാർക്കോസ് 1:1-2 വായിച്ചു നോക്കുക. പരിശുദ്ധാത്മാവ് അവരിലൂടെ പറയാണ്, ആ യെശയ്യാ പ്രവാചകൻ യഹോവയ്ക്ക് വഴിയൊരുക്കുമെന്ന് പറഞ്ഞവൻ ഇവൻ, ഈ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവുമായി വന്ന ഇവൻ തന്നെ എന്ന് വിളിച്ചു പറയുകയാണ്. ഇനി നാളെ ഇടുന്നതിലുണ്ട്. അവിടെ പറയുന്നത്, അവിടെ യേശു പറഞ്ഞു, യോഹന്നാൻ 11 മത്തായി 11-ാം അധ്യായത്തിൽ യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അത് ഞങ്ങൾ വേറെ കാത്തിരിക്കണമോ എന്ന്. അവിടെ യേശു തന്നെ അറ്റസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ചവനെയോ? അവൻ പ്രവാചകനിലും മികച്ചവൻ തന്നെ. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാവിതെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അവനോട് പോയി പറയുക. അവിടെ കുറച്ച് ഹൈഡ് ചെയ്യാൻ കർത്താവ് പറഞ്ഞത്, എല്ലാം പറഞ്ഞില്ല. എന്താണ് അവിടെ കാണുകയും കേൾക്കുകയും ചെയ്തത്? യെശയ്യാ പ്രവാചകൻ 32-ാമത്തെ അധ്യായം 32 അവിടെ പറയുന്നത്, യഹോവ രക്ഷകൻ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാർക്ക് വിടുതലും കുണ്ടറയിൽ ഇരിക്കുന്നവരെ വിടിവിപ്പാനും ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. സങ്കീർത്തനം പറയുന്നു, മുടന്തൻ മാൻപേട പോലെ ചാടും. അപ്പോ വരുവാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണോ അതോ മറ്റൊരുവനെ അന്വേഷിക്കണമോ എന്ന് ഈ യഹോവയ്ക്ക് മുന്നമേ വന്ന് വഴിയൊരുക്കിയ അവനെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ അവൻ വിചാരിച്ചു, യഹോവ രക്ഷകൻ, ഈ വന്ന യേശു എന്നെ രക്ഷിക്കാനാണ് വന്നത്. അതായത് ജയിലിൽ കിടക്കുമ്പോൾ സുവിശേഷ നിമിത്തം പീഡ അനുഭവിക്കുമ്പോൾ രക്ഷിക്കാനാണ് വന്നതെന്ന്. അതല്ല, തന്റെ ജനത്തിന് വേണ്ടി അവന്റെയും കൂടെ ചേർത്ത് തന്റെ ജനത്തിന്റെ പാപത്തിന്റെ വിമോചകനായിരുന്നു. ആ രക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. ആ രക്ഷ തന്നെയും യഹോവ വേറെ യേശു വേറെ എന്ന് പറയുന്നത് അല്ല രക്ഷ. ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചിരിക്കുന്നു. അതാണ് റോമർ 10:9 നമ്മൾ പറയുന്നത്, യേശു തന്നെ കർത്താവെന്ന് പിതാവെന്ന് വിശ്വസിക്കണം. ഇത് രണ്ടെന്ന് പുതിയ നിയമസഭയിൽ. ഇത് സുവിശേഷങ്ങൾ എവിടെയായിരുന്നു? പഴയ നിയമത്തിലായിരുന്നു. അതാണ് യേശു പറഞ്ഞത്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോയി. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സുവിശേഷം അവിടെ ക്രൂശീകരണത്തിന് ശേഷമാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും അത് രേഖപ്പെടുത്തിയിരുന്നതും യേശു ജീവിച്ചിരുന്ന കാലം പഴയ നിയമമായിരുന്നു. പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരുടെ പുതിയ നിയമസഭ തുടങ്ങുമ്പോഴാണ് വെളിപ്പാടിൽ കെട്ടപ്പെടുന്നത്. ഇവിടെ പിന്നെ കർത്താവ് യേശു ക്രിസ്തു നാമമാണ്. ഇവിടെയാണ് യേശു തന്നെ കർത്താവ് എന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞ പിതാവ് എന്നത് പറഞ്ഞത് തന്നെയാണ്. ഈ യേശു എന്ന് വിശ്വസിക്കുന്നവർ മാത്രമാണ് പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ. അതാ റോമർ 10:9. അല്ലാതെ ഉള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പാപത്തിൽ, അടിമത്തത്തിൽ, ദാസത്തിന്റെ ആത്മാവിൽ നാളത്തിൽ പറഞ്ഞത്. അപ്പൊ യേശു പറയുന്നു, നിങ്ങൾ ചെന്ന് പറയാ, മുടന്തൻ പാൻപേട പോലെ ചാടുന്നു, കുരുടൻ കാണുന്നു, ഊമൻ സംസാരിക്കുന്നു, ഊമൻ കേൾക്കുന്നു, ചെറുർ കേൾക്കുന്നു, അപ്പൊ ഊമൻ സംസാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ അവനോട് പോയി പറയാൻ പറഞ്ഞത്. അത് നാളെ ഇടയാണ്. നിങ്ങൾ ആരെങ്കിലും ഡെയിലി മെന്നെ ഷെയർ ചെയ്യുന്നുണ്ടോ? ആർക്കറിയാം? നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ആരോട് പറയേണ്ട ആവശ്യമില്ല, അതങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. കാര്യം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ചെയ്യുന്ന കാര്യമാണ്. അല്ല എങ്കിൽ അല്ലെന്ന് ദൈവം പറയുന്നു. നിങ്ങൾ കണക്കിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഭാവം മാറിയ വിഷം വെച്ചിട്ട് എനിക്ക് കാണുക, കർത്താവ് പറയേണ്ടത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെയും അടിമത്വത്തിന്റെ, ദാസത്തിന്റെ ആത്മാവായിരുന്നു. അവിടെ കർത്താവ് ഓരോരുത്തരെയും കൊണ്ടുവന്നു. പാപത്തിൽ വീണു പോവുകയാണ്. എന്നാൽ ഒരു പക്ഷേ പാപത്തിൽ നിന്ന് നമ്മുടേതാണെങ്കിൽ പാപത്തിൽ വീണു പോയിരുന്നാലും ഇപ്പോഴും നമുക്ക് കർത്താവിന്റെ രക്തമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥ നിങ്ങൾക്ക് ദൈവത്തിന്റെ വലതുഭാഗത്തുണ്ട്. പാപം ഏറ്റുപറയുന്നു എങ്കിൽ അപ്പോൾ ഈ ക്രൂശിൽ നിന്ന് വീണ്ടും നമുക്ക് വേണ്ടി രക്തം ഒഴുകിയതുപോലെ നമ്മുടെ പാപപരിഹാരത്തിന് രക്തം ഒഴുകുകയും അത് കർത്താവ് നമുക്കൊരു ടിക്ക് മാർക്ക്, ജയം പ്രാപിച്ചു. അതുകൊണ്ട് പാപം ചെയ്യാനല്ല.
അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ശമരിയപ്പെട്ട മോവാബ് അരാമ്യ ദേശത്തിലൂടെ ശപിക്കപ്പെട്ടവർ എന്റെ ആലയത്തിൽ പോലും കയറ്റില്ലെന്ന കർത്താവ് അവരെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ പുസ്തകം വായിച്ചോ, ആവർത്തന പുസ്തകം വായിച്ചു നോക്കണം. എന്റെ ആലയത്തിൽ പോലും ഞാൻ കയറ്റില്ല മോവാബിൽ അരാമ്യയിലുള്ളവര്. അങ്ങനെ ശപിക്കപ്പെട്ട ജനമെന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ സൗന്ദര്യവതികളായ സ്ത്രീകൾ ഉള്ളിടത്തും കൂടെ ഈ പുരുഷന്മാരെ കൊണ്ടുവന്നിട്ട് അവർ വീണ്ടും വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളും ലഭിച്ചു. നമ്മളും പാപം ചെയ്തിട്ടും ഈ വിശുദ്ധ ജീവിതം ജീവിക്കാതിരുന്നിട്ടും കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലേ, കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് പറയുന്നത് പോലെയാണ് അവരന്ന് പറഞ്ഞത്. മോശെ, നീ പറഞ്ഞു അന്യ സ്ത്രീകളുമായി വിവാഹം ചെയ്യരുത്, യഹോവയ്ക്ക് വെറുപ്പാകുന്നു. എന്നാൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ലഭിച്ചു. കുഞ്ഞുങ്ങൾ യഹോവയുടെ ദാനമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ, ഞങ്ങൾ വചനവിരുദ്ധമായിട്ടാണ് ജീവിച്ചതെങ്കിൽ ഞങ്ങൾക്ക് യഹോവ കുഞ്ഞിനെ തരുമോ? അവരന്ന് ചോദിച്ചതുപോലെ നാം എത്രയപ്പുറത്തോളം ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. ഈ ജീവിതത്തിൽ നാം എങ്ങനെ ആയിരിക്കുന്നു എന്ന് ദൈവം കണക്കിടുന്നതാണ്. എല്ലാറ്റിനും കണക്കുണ്ട് കർത്താവിന്റെ കയ്യിൽ. ആ വചനപ്രകാരം കർത്താവ് അവരെ ന്യായം വിധിച്ച് കൊന്നു കളഞ്ഞ ചരിത്രമാണ് എബ്രായ ലേഖനം 3-4 അധ്യായം വായിച്ചു നോക്കുക. അവർ മരുഭൂമിയിൽ വെച്ചൊരു സദ്വർത്തനം കേട്ടിട്ട് മത്സരഗ്രഹമായതുപോലെ നാം മത്സരഗ്രഹമാവരുത്. അവർ വീണുപോയതുപോലെ നാം വീണു പോകരുത്. മോശയോട് കൃതിച്ചവരല്ലോ വഴിയിൽ തള്ളിയിട്ടത്. ഇന്നും ഈ കാലത്തിന്റെ ക്രിസ്തുവിനെ കൃതിക്കുന്നവരാണ് വഴിയിൽ വീണുപോകുന്നത്. ഇതൊരു യാത്രയാണ്, മരുഭൂ യാത്ര. ഇതാണ് മരുഭൂ യാത്ര. അപ്പൊ ഇതുപോലെ നമ്മളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എപ്പോഴും പാപത്തിന് വീഴാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെ മുന്നേ വെച്ച് തരും. എല്ലാവരും വീണു പോകുന്നവരാ. സടകുടഞ്ഞ് എഴുന്നേൽക്കാനാണ് ഈ പറയുന്നത്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച യോശുവയും കാലേബും മോശ വടി നീട്ടാൻ പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ചെയ്ത കർത്താവിനെ സ്വീകരിക്കാനൊന്നും പറ്റില്ല. വടി നീട്ടാൻ പറഞ്ഞപ്പോൾ അവൻ വടി അടിച്ചു. 1-2 തവണ അവൻ ദൈവത്തെ ലംഘിച്ചത് കൊണ്ട് അവനെ കൊണ്ടുവന്ന് ഈ കനാൻ ദേശം കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവനോട് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പാപം നിറഞ്ഞ പട്ടണത്തിലൂടെ നടത്തിക്കൊണ്ട് വന്നതിന് ഒന്നാമത്തെ കാരണം നാം ജയിക്കണം. ജയിക്കുന്നവനെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് യേശു ഒരു മോഡൽ തന്നിരിക്കുന്നു. രണ്ടാമതോ, എന്നിലുള്ള പഴയ പാണ്ഡിത്യം നഷ്ടപ്പെടുത്തണം. പുതിയത് 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 പുതുക്കത്തിന്റെ ആത്മാവ് ദിനം പ്രതി പുതുക്കത്തിന്റെ ആത്മാവ് പ്രാപിക്കണം. ആ പുതിയതെന്നാണ് നമ്മൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ നമ്മെ കർത്താവ് ജലത്താൽ കഴുകി പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കഴുകി രക്തത്താൽ കഴുകി എങ്കിലും നമ്മെ വീണ്ടും ആക്കിയിരിക്കുന്ന ഇവിടെ ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുന്നു. അവിടെ പ്രാവിനെ പോലെ ബുദ്ധിയുള്ളവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഹല്ലേലൂയ. നോക്കുക, ഇപ്പോൾ വേദപുസ്തകം പഠിക്കുന്നവരായ നിങ്ങളിൽ ചിലർ ഇവിടെ ശ്രദ്ധിക്കുക. വിശേഷിച്ചും ഡോക്ടർ ഡയൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഇരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. പത്രോസിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ശരിയായി 3-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗങ്ങളിൽ ലോകവും അതിലുള്ളതൊക്കെയും അഴിയുവാനായി തീക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു നമ്മൾ വായിച്ച ഭാഗം. ഇവിടെ ലോകം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് അത് യവന ഭാഷയിൽ കോസ്മോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ എന്നാണ്. ലോകത്തെ കത്തിക്കുമെന്നല്ല, പിശാചിനാൽ, അതായത് ദൈവമില്ലാതെ നമ്മൾ എന്ത് ശേഖരിച്ചു വെച്ചാലും, ദൈവമില്ലാതെ നമ്മൾ എന്ത് പണിതാലും, നമ്മൾ തന്നെ ദൈവമില്ലാതെയാണ് നമ്മെ ജഡീകമായി വളർത്തുന്നതെങ്കിലും അത് മുഴുവൻ ദൈവം കത്തിച്ചു കളയും. ദൈവമുള്ളതിനെ ദൈവത്തിന് കത്തിക്കാൻ കഴിയില്ല. ദൈവമുള്ളതെന്ന് വെച്ചാൽ നിത്യജീവൻ പ്രാപിച്ചതിനെ കർത്താവിനെ കത്തിക്കാൻ കഴിയില്ല. അതിനെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. അപ്പൊ കോസ്മോസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ലോക സമ്പ്രദായം. കുറച്ചുകൂടെ പറഞ്ഞാൽ ഗ്രീക്ക് എബ്രായ ഭാഷകൾ പറഞ്ഞാൽ മൂലപദാർത്ഥങ്ങൾ. അപ്പൊ മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മൂലപദാർത്ഥങ്ങൾ? നമ്മൾ ഒരു പുസ്തകം, നമ്മുടെ മെസ്സേജ് പുസ്തകമുണ്ട്, മൂലപാപം എന്നൊരു പുസ്തകം കണ്ടിട്ടുണ്ടാണെങ്കിലും, ഒരു ചുവപ്പ് പുതിയ കളറിലൊക്കെ അടിക്കുന്നുണ്ട്. മൂലപാപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാപം എന്താണ്? അതാണ് ഇന്നുവരെയും കടന്നു വരുന്നത്. ഏകന്റെ ലംഘനത്താൽ അനുസരണക്കേട് ഭൂമിയിൽ വ്യാപിച്ചെങ്കിൽ ഏകന്റെ അനുസരണത്താൽ നമുക്ക് പാപം മോചിക്കപ്പെടുന്നു. ആദ്യത്തെ ആദാം നിമിത്തം വന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാം നിമിത്തം പാപം നീങ്ങിപ്പോകുന്നു. ഇതിനിടയിൽ നമ്മൾ ആദ്യത്തെ ആദാമിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നാം മരിക്കുന്ന നിശ്ചയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാപസംബന്ധമായി മരിച്ച് നീതിക്കായി ക്രിസ്തുയേശുവിൽ ഒടുക്കത്തെ ആദാമിൽ ചേർന്ന് കൊള്ളണം. അതിനാണ്
മിസ്രൈമിൽ നിന്നുള്ള ഈ യാത്രയും നമ്മുടെ ഈ സഭയിലൂടെയുള്ള ഇന്നും ഇവിടെ വന്നത് ദൈവത്തിന്റെ വചനത്താൽ വെളിപ്പാടിനാൽ നാം നമ്മെ തന്നെ ചെത്തി വെടിപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാത്രമേ നാം ക്രിസ്തുവിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ എല്ലാം, അതായത് നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നത് എല്ലാം കർത്താവ് നശിപ്പിച്ചു. ഭൂമിയെ അതിന്റെ പണികളെയും അർത്ഥമാക്കുന്നത് അതാണ്. എന്നാൽ എന്താണവ? രോഗങ്ങൾ പിശാചിനാൽ വരുന്നതാണ്. രാഷ്ട്രീയം പിശാചിനാലാണ്. ലോകത്തിന്റെ നിയമവും കാര്യങ്ങളാണ്. പക്ഷെ അതിനെ എന്താ ചെയ്തിരിക്കുന്നു? മലിനമാക്കിയിരിക്കുന്നു. രാഷ്ട്രീയത്തെ കൊലപാതകം, കൊള്ള, പിടിച്ചുപറി, മറ്റൊരുവന്റെ പൈസ അപകരിക്കുക, അഴിമതി, ഇതിലൂടെ എല്ലാം കെട്ടിപ്പടുക്കുന്നുണ്ട് രാഷ്ട്രീയത്തെ. ഈ രാഷ്ട്രീയം എന്താണ്? ഈ മതത്തോട് കൂടെ ചേരും. ഇതാണ് ദാനിയേൽ കണ്ട ദർശനത്തിന്റെ പാദം കളിമണ്ണും ഇരുമ്പും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാദമാണ്. രാഷ്ട്രീയവും മതവും കളിമണ്ണും ഇരുമ്പ്. കളിമണ്ണ് എന്ന് വെച്ചാൽ ആത്മീയത, ഇരുമ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും മതവും കൂടെ ചേർന്നതാണ്. ഇത് ഇന്ന് സഭയിൽ കടന്നുകൂടെയാണ്. പെന്തക്കോസ് മറ്റുള്ള കൺവെൻഷൻ നോക്കുക, ഐക്യ കൺവെൻഷൻ എന്ന് വെക്കുകയും നമ്മളിപ്പോ കൗഡി ട്രാക്ക് കൊടുക്കാൻ പോയി എല്ലാ സഭാവിഭാഗങ്ങളും അവിടെ വരികയും, സാലക്ഷൻ അവിടെ ഉണ്ടായിരുന്നു, കത്തോലിക്കലുള്ളവരും കാണും, ഇവരെല്ലാം ഒന്നിക്കുകയും പിന്നെ അവിടെ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയിട്ട് അവരെ അനുമോദനം കൊടുക്കുകയും അവരെ വാഴിക്കുകയും അവര് നമ്മെ ആശംസിക്കുകയാണ്. ഈ കൂട്ടത്തെ ആര്? രാഷ്ട്രീയക്കാർ ആരാ? കുതികാൽ വെട്ടുന്നവരാ. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ നന്മ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. എല്ലാവരുടെയും ഉദ്ദേശം എങ്ങനെയും 10 പൈസ ഉണ്ടാക്കുക. ആരെ വഞ്ചിച്ചായാലും വേണ്ടില്ല, എന്ത് തെറ്റിദ്ധരിപ്പിച്ചായാലും വേണ്ടില്ല, ഞാനിത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് ഇറങ്ങുന്നതിന് മുമ്പേ ഇതിൽ എനിക്ക് എന്ത് കിട്ടും, എങ്ങനെ അനീതിയിലൂടെ എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നവരെ രാഷ്ട്രീയം. അതാണ് ഇരുമ്പ്. അതും കളിമണ്ണും തമ്മിൽ ചേരില്ല. എന്നാൽ ഈ അന്ത്യകാലത്ത് ചേരുന്നത് പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ട്രാക്കിൽ ചേർത്തിരിക്കുന്നത് എക്യുമെനിക്കൽ കൗൺസിൽ. 1939 വില്യം മൈരം ബ്രൻഹാമിലൂടെ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം മുദ്രകളിലൂടെ സംസാരിച്ചു. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ സഭകളെല്ലാം കത്തോലിക്ക, പെന്തക്കോസ്ത്, മാർത്തോമ എല്ലാ സഭകളും പോപ്പിന്റെ അണ്ടറിൽ വരുന്ന എക്യുമെനിക്കൽ കൗൺസിൽ എന്ന ഒരു കൗൺസിലിൽ സംഘടനയിൽ ചേരും. പിന്നെ അവർക്കൊരു ടാഗ് ഉണ്ടാവും. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പ്രവാചകൻ മരിച്ചിട്ട് തന്നെ 60-65 വർഷമായി. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നെ ശുശ്രൂഷിക്കണമെങ്കിൽ അവരുടെ സംഘടനയിൽ ചേർന്നതിന്റെ ഒരു നെയിം ബോർഡ് ഉണ്ടായിരിക്കണം, സംഘടനയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ആ രജിസ്ട്രേഷൻ ഇല്ലാതെ നിങ്ങൾ പൊതുവേദികളിൽ പ്രസംഗിക്കാൻ പറ്റില്ല, സഭ നടത്താൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസത്തിന് മുമ്പ് അത് വന്നു കഴിഞ്ഞു. സഭകളിൽ പോയി നോക്കൂ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഓഫീസിൽ പോകുന്നവരൊക്കെ ടാഗ് ഇടുന്നത് പോലെ അവരാരാണ്, ഏത് സംഘടനയിൽപ്പെട്ടവരാണ്, ഏത് മതവിഭാഗത്തിലാണ് എന്ന ഒരു നെയിം ബോർഡ് ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഗോതമ്പ്. മത്തായി 13:30 യേശു പറഞ്ഞത്, യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുകയും. അതാണ് നമ്മൾ. ഇവിടെ ടാഗ് ഒന്നുമില്ല. കളകളെ കൂട്ടിക്കെട്ടും. ഈ ലോകസഭാ സംഘടനാ വ്യവസ്ഥിതികൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ജൈനമതവും ഷിയാകളും ക്രിസ്ത്യാനികളും എല്ലാവരും എക്യുമെനിക്കൽ കൗൺസിൽ എന്ന പുതിയ ഒരു മത സംഘടനയുടെ കീഴിലാണ് അവർ വന്നിരിക്കുന്നത്. കൺവെൻഷൻ പ്രോഗ്രാമുകളിൽ നോക്കുക, പാസ്റ്റർമാരെല്ലാം ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ പാസ്റ്റർ എന്നുള്ള പദവിന് മാറ്റും, പൂർണ്ണമായി മാറ്റിയിരിക്കും. പാസ്റ്റർ എന്ന പദവി ചേർക്കാൻ പറ്റില്ല. അത് ലോക രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതല്ല. റവറന്റ് അല്ലെങ്കിൽ ബിഷപ്പ്, റവറന്റ് പാസ്റ്റർമാർ, ബിഷപ്പ് മേൽപുരോഹിതന്മാർ, പിന്നെ പോപ്പ്, ഇതേ പാടുള്ളൂ. ഇത് നോക്കൂ, പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ റവറന്റ് ഇന്ന ആൾ എന്നാണ് ഇന്ന് വയ്ക്കുന്നത്. പണ്ട് CSI മാർത്തോമയാണ് റവറന്റ് വെച്ചോണ്ടിരുന്നത്. ഇപ്പോൾ അവരെന്തായി? കളകളെ കൂട്ടിക്കെട്ടി. ഇതൊരു കഥ പോലെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നാം മരിക്കും നിശ്ചയം. അവരുടെ കൂടെ ഇടകലർന്നാൽ അവരാണ് ശരിയായവരെന്ന് പറഞ്ഞാൽ അവർ എതിർ ക്രിസ്തുവിനുള്ളവരാണെന്നും ഇതെല്ലാം നോക്കൂ. ഇപ്പൊ 40-50 വയസ്സുള്ളവരുടെ ഉണ്ട്. ഒരു 20 വർഷം മുമ്പ് ഇതുവല്ല ഉണ്ടായിരുന്നു. മിനിമം 20 വർഷം മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. ഐക്യ കൺവെൻഷനും ഇല്ലായിരുന്നു. ഈ രാഷ്ട്രീയക്കാരെ സ്റ്റേജിലേക്ക് വിളിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ഘട്ടങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി വിളിക്കുന്നുണ്ട്, മന്ത്രിമാരെ വിളിക്കുന്നുണ്ട്. ഇവരെല്ലാം വിളിച്ചു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവർ ചെയ്തു കൂട്ടുന്ന പാപം അവരെ അന്വേഷണം ചെയ്ത് കണ്ടെത്തി അവരെ തുറുങ്കിലടയ്ക്കാതിരിക്കാനായി രാഷ്ട്രീയക്കാർക്ക് കൈമടക്ക് കൊടുത്തിട്ട് അവരെയും കൂടെ നമ്മുടെ ഭാഗമാക്കി നമ്മൾ പ്രീതി സമ്പാദിക്കുക. ഇത് എന്റെ ഓർമ്മയിൽ ആദ്യം തുടങ്ങിയത് തങ്കു ബ്രദറാണ്.
കോടിക്കണക്കിന് സമ്പാദിച്ചു. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കൊടുത്തു, രാഷ്ട്രീയക്കാരെ അവിടെ കൊണ്ടുവന്നു. അത് ഏകദേശം അവിടെ വിട്ടിട്ട് തന്നെ ഏകദേശം 15 വർഷമായി ഞാൻ അവിടെ വിട്ടിട്ട്. അപ്പൊ അതിനു മുമ്പ് 8-10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന സംഭവം മൊത്തം എത്ര 25 വർഷത്തോളമായി ഇന്ന് എല്ലാ സഭകളിലും ആയിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും വിളിച്ചിരുന്നു. ഇത് മുഴുവൻ കളകളാണ് നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ ക്ലോക്ക് യെരുശലേം അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ടും ജാഗ്രതയോടെ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള മതതത്വ സംഹിതകളും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടത്, എന്റെ കുടുംബക്കാർ, എന്റെ വേണ്ടപ്പെട്ട എന്റെ അപ്പൻ അമ്മ കുടുംബം അവരെയൊക്കെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എന്നൊക്കെ പറയുന്നുവെങ്കിൽ തീർച്ചയായും യേശു മത്തായി 10 പറയുന്നു, ഇതിന് ഈ സ്നേഹബന്ധങ്ങൾക്കിടയിൽ ദൈവവചനം എന്ന വാൾ വെച്ചിട്ട് ഏവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി. ദൈവത്തിൽ തികഞ്ഞവനല്ല, ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. അത് മനസ്സിലാക്കണം. ക്രിസ്തു എന്ന ചില അഭിഷിക്തൻ, യേശു ക്രിസ്തു ജഡശരീരം എടുത്തു വന്നു ഭൂമിയിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് പൂർണ്ണത പ്രാപിച്ചതുപോലെ പൂർണ്ണത പ്രാപിക്കുവാനാണ് യേശു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നത്. ഏതൊരുവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി ദൈവത്തോട് നിരപ്പിക്കാനല്ല, അടുപ്പിക്കാൻ. നിര എന്ന് പറഞ്ഞാൽ സമാസമം അല്ല, അടുപ്പിക്കാൻ. അതാണ് ശരിയായത്. അങ്ങനെയാണ് കർത്താവ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ലോകസഭാ സംഘടനാ വ്യവസ്ഥകൾ ഇങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നാം അതിൽ നിന്ന് തെറ്റി ഒഴിയുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകുന്നവരായിരിക്കും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോ ഇവിടെ ഈ കോസ്മോസ് രാഷ്ട്രീയവും അവർ പാപികളാകുന്നു, അവരുടെ സമ്പ്രദായങ്ങളാകുന്നു. പാപവും രോഗവും അണുക്കളും അങ്ങനെ ശരിയല്ലാത്തത്, അതായത് ക്രിസ്തു ഇല്ലാത്തതായ സകലതിനെയും കർത്താവ് കത്തിച്ചു കളയുമ്പോൾ നമ്മൾ ഈ സഭയിൽ ഇരുന്നിട്ടും ശീതോഷ്ണ അവസ്ഥയിലാകരുത്. നമ്മെ വിളിച്ച് പുറത്താക്കിയത് ആരാണ്? കർത്താവാണ്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിളിച്ചു പുറത്താക്കപ്പെട്ടവരും പ്രത്യേക ദൗത്യമായി അയക്കപ്പെട്ടവരും. അപ്പൊ പ്രത്യേക ദൗത്യമാണ്, മുൻപുണ്ടായിരുന്ന ദൗത്യമല്ല. വിളിച്ചു പുറത്താക്കപ്പെട്ടവരാണ്. എവിടെ നിന്ന്? നാമം അല്ലാതിരുന്ന ഒരു സ്ഥലത്ത് വാതിൽ വഴിയായി. വെളിപ്പാട് പുസ്തകം 3:8, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതെ, വാതിൽ വഴിയായി നമ്മെ അകത്തേക്ക് കൊണ്ടുവന്നു സ്നാനപ്പെട്ടിട്ട് ആ സ്നാനം അടക്കുമ്പോഴും അവിടെ വാതിൽ വഴിയായിട്ടാണ് ജഡശരീരത്തെ അടക്കുന്നത്. ആ വാതിലാണ് കർത്താവായ യേശു ക്രിസ്തു. ആ അടക്ക ശുശ്രൂഷയും വാതിൽ വഴിയായി തന്നെ ആ ബോഡിയെ അടക്കം ചെയ്യുന്നുവെങ്കിൽ പുനരുദ്ധാനത്തിൽ നാം അവന്റെ വരവിൽ എടുക്കപ്പെടും. റോമറിൽ പറയുന്നുണ്ട്, അവന്റെ അടക്കത്തിൽ നാം അവന്റെ നാമത്തിലാണെങ്കിൽ മാത്രമേ പുനരുദ്ധാനത്തിൽ അവനോടുകൂടെ ഏകീഭവിക്കുകയുള്ളൂ. വചനം ഇങ്ങനെ സ്പഷ്ടമായി പറഞ്ഞിരിക്കെ നമ്മൾ പ്രിയം, അങ്ങനെ ആരെങ്കിലും പ്രിയം വെച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രിയം ഞാൻ ഇല്ല എന്നത് പറയുന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നതിൽ പറയാണ്. നമ്മൾ പ്രിയം വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ പെന്തക്കോസ്തുകാര് വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അവരുടെ ഡെഡ് ബോഡി അടക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നാമത്തിലല്ല അടക്കുന്നത്. അവരുടെ വിവാഹം യേശു ക്രിസ്തു നാമത്തിലല്ല, സ്നാനം യേശു ക്രിസ്തു നാമത്തിലല്ല. അങ്ങനെ ചെയ്യുന്ന നമ്മെ അവർ കാണുമ്പോൾ പിശാച് എന്ന് വിളിക്കുമ്പോൾ പിന്നും എന്റെ പ്രീതിയും സ്നേഹവും ഇഷ്ടവും സഹവാസവും അവരോട് കൂടെ ആണെങ്കിൽ എനിക്കെന്തും മനസ്സിലായി. പാപത്തിൽ വീഴിക്കാൻ മനഃപൂർവ്വം കൊണ്ടുവന്നെന്ന് പറയരുത്. ഇവിടെ ജയം പ്രാപിക്കാനാണ് കൊണ്ടുവന്നത് എന്ന് കാണുന്നവനാണ് ഭാഗ്യവാൻ. കർത്താവല്ലേ അങ്ങനെ ആക്കി വെച്ചത്. അത് നമ്മൾ പിറുപിറുത്തു പോവും. ഞാനും പിറുപിറുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജീവിതം കർത്താവെ ഞാൻ അങ്ങനെ അല്ലല്ലോ ചോദിച്ചത്. നമ്മൾ ഓരോരുത്തരും അത് പറയും, എന്താ എന്റെ ജീവിതം ഇങ്ങനെ, കർത്താവല്ലേ കൂട്ടിച്ചേർത്തത്, കർത്താവല്ലേ ആക്കി വെച്ചത്, അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പണ്ട് ഏതൻ തോട്ടത്തിൽ പറഞ്ഞു, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്നവൾ തന്നു, ഞാൻ തിന്നു. നീ ഇത് ഭക്ഷിച്ചോന്ന് അവനോടാണ് ചോദിച്ചത്. അവളെ കുറ്റം പറയുന്നു. ദൈവത്തെ, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നവൾ തന്നു, ഞാൻ തിന്നു. അതുപോലെ ഈ പാപം നിറഞ്ഞ പട്ടണത്തിലൂടെ കടത്തിക്കൊണ്ട് പോവുക മാത്രമല്ല, അവിടെ തമ്പടിപ്പിച്ച് താമസിപ്പിച്ച് സൗന്ദര്യവതികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു. വിഗ്രഹാരാധികൾ മാത്രമായിരുന്നു. ലോകങ്ങൾ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആകർഷിക്കപ്പെട്ടെങ്കിൽ കർത്താവെ നീ എന്നെ അതുവഴി കടത്തിക്കൊണ്ട് പോയത് കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് തിരിച്ചു ചിന്തിക്കാം, എന്നെ കർത്താവ് ഇവിടെ കടത്തിക്കൊണ്ടുവന്ന് ജയിക്കുവാനാണ്, ജയം പ്രാപിക്കുന്നവനായിരിക്കാനാണ് എന്നെ കടത്തിക്കൊണ്ടുവന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നവൻ ക്രൂശിൽ 2 പേരുണ്ടായിരുന്നു. ഒരുത്തൻ ചിന്തിച്ചത് ജയം പ്രാപിക്കുവാനാ. എന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് ഒരുത്തൻ ജീവന്റെ ഫലം കണ്ടെത്തിയതുപോലെ മറ്റവൻ പരിഹസിച്ചതുപോലെ ഇവിടെയും ഉണ്ട് 2 വശം, അപ്പുറത്തും ഇപ്പുറത്തും. ഒരുവൻ ജയിക്കുന്നതിനായി ദൈവം എന്നെ കടത്തിക്കൊണ്ടുവന്നു, മറ്റവൻ ദൈവത്തെ പിറുപിറുക്കാനായി. നമ്മൾ ഇതിൽ ആരാണ്?
അത് ചോദിക്കരുത് പാസ്റ്ററെ. ഞാൻ എന്നോട് ഉൾപ്പെടെ ചോദിക്കുകയാണ്, പിറുപിറുത്ത് പോവുകയാണ്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പിറുപിറുത്ത് പോകും. ദൈവത്തോട് ചോദ്യം ചെയ്തു പോകും, എന്താ കർത്താവേ ഇങ്ങനെ? എത്രയോ കാലമായി സുവിശേഷം എന്ന് പറഞ്ഞു നടക്കുന്നു, യേശു എന്ന് പറഞ്ഞു, എന്റെ ജീവിതം എന്താ ഇങ്ങനെ? ലോകത്ത് ഇതിനേക്കാളും സഭകളിൽ ഇരിക്കുന്നവർ എത്രയോ സൗഭാഗ്യത്തോടുകൂടെ സ്വസ്ഥതയും സമാധാനവും സ്നേഹത്തിൽ കഴിഞ്ഞു പോകുന്നു കർത്താവെ എന്ന് നമ്മൾ ആരിലെങ്കിലും പറയാതിരിക്കൂ. കാര്യം നമ്മൾ ദൈവം വിളിച്ചതെല്ലാം എളിയ മനുഷ്യരെയാണ്. യേശുവിനെ മനസ്സിലായതും എളിയ മനുഷ്യരാണ്. അവരുടെ ജീവിതം ഒരുപക്ഷെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന സമയത്ത് പോലും, അതായത് അവരുടെ ഇടയിൽ താമസിച്ചപ്പോൾ പോലും സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് നമുക്ക് അതിനെ ഓർത്ത് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്. കർത്താവ് അവരുടെ നിന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്താക്കി വെച്ചിരിക്കുന്നു എന്നത് നമുക്ക് പിടികിട്ടി. പക്ഷെ ഇനി ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ ചിന്ത, കർത്താവെ ഇവിടെ വന്നിട്ടും ആ ദാരിദ്ര്യം തീരുന്നില്ലോ, കഷ്ടത തീരുന്നില്ലല്ലോ, എന്റെ പേരൊന്നും വിടക്കുന്നില്ല എണ്ണുന്നത്, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ബന്ധുക്കൾ ശാന്തകരെല്ലാം യേശുവെ നിന്നെ സ്നേഹിച്ചിട്ടും വചനത്തിൽ വിശ്വസിച്ച് വന്നിട്ടും ഇവരെല്ലാം എന്നെ തള്ളിക്കളയാണല്ലോ ദൈവമേ എന്ന ഭാഗമാണ് കാണുന്നതെങ്കിൽ ഞാൻ ദൈവത്തെ പഴിചാരുന്നു, ഞാൻ ഉൾപ്പെടെ. ഇപ്പുറത്ത് നിന്നുകൊണ്ട് കർത്താവെ ഇതിനിടയിലും ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയാലും അന്നൊന്ന് വേണ്ടുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിലും അത് മതിയെന്ന് വിചാരിപ്പിന് എന്ന് പറഞ്ഞതുപോലെ എന്നെ എത്ര സൗഭാഗ്യത്തോടെ കടത്തിക്കൊണ്ട് പോകുന്നു കർത്താവേ. എന്റെ പ്രായമുള്ളവർ ആരും പലരും ഇവിടെ ഇല്ലല്ലോ കർത്താവേ. എന്റെ കൂടെ ജീവിച്ചവരും എന്റെ അമ്മയപ്പന്മാരുടെ സഹോദരങ്ങളായിട്ട് അമ്മ പ്രസവിച്ച സഹോദരങ്ങളും അല്ലെങ്കിൽ എന്റെ ബന്ധുമിത്രാരും അപ്പനും അമ്മയും ചാർച്ചക്കാരും ഒന്നും ഈ ചെറിയ കൂട്ടത്തിൽ ഇല്ലല്ലോ കർത്താവേ. എന്നെ അങ്ങ് സ്നേഹിച്ചല്ലോ യേശുവേ, അങ്ങ് നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നല്ലോ കർത്താവേ എന്നോർത്തുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി കൊടുക്കാൻ പറ്റുമോ? എന്റെ ഇല്ലായ്മയും രോഗങ്ങളും ദുരിതങ്ങളും അവസ്ഥകളും നോക്കി നമുക്ക് ഇതേ കാണാൻ കഴിയുള്ളൂ. ജഡീകൻ കാണുന്നത് പോലെ കാണരുത്. ഇത് എനിക്കും കൂടെ ഒരു പാഠമാണ് ഞാൻ പറയുന്നത്. ജഡീകൻ കാണുന്നത് പോലെ കാണാതെ ഒരു ആത്മീകൻ കാണുന്നത് പോലെ. ആ സിംഹം വന്നപ്പോൾ ദാവീദ് കണ്ടത് എന്നെ രാജാവ് സിംഹത്ത് കാട്ടിലെ രാജാവിനെ അയച്ചിരിക്കുന്നു പരിശോധിക്കാൻ, എനിക്ക് എങ്ങനെ അവനോട് പിടിച്ചു നിൽക്കാൻ പറ്റും, ഉള്ളനായ എനിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നല്ല അവൻ ചിന്തിച്ചത്. കർത്താവെ എനിക്ക് ജയിക്കേണ്ട അവസരമാണിത്, ഞാൻ ഇവിടെ ജയിക്കും. കാരണം എന്താ? കർത്താവ് പറഞ്ഞു എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളും, എന്റെ കർത്താവ് എന്നെ സഹായിക്കുമെന്ന ആ കാഴ്ചപ്പാടിൽ അവൻ അവിടെ ജയിക്കാൻ കഴിഞ്ഞു. ഇന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട സ്വർഗീയ പ്രവേശനത്തിന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസമാണോ എനിക്കുള്ളത്? എന്റെ ശരീരം നിർജീവമായി പോയി, ഇത്രയും പ്രായമായി പോയി, എന്റെ ജീവിതത്തിൽ ഒന്നും നേടിയില്ല, ഞാൻ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്നാണ് ഓർക്കുന്നതെങ്കിൽ അബ്രഹാം തന്റെ ശരീരവും ജീവനും ആയുസും കണ്ടിട്ട് അങ്ങനെ അല്ല ചിന്തിച്ചതെന്ന് ആ അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് എഴുതിയിരിക്കുന്നതാണ്. അബ്രഹാം അങ്ങനെ ചിന്തിച്ചു. നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരാകും? അപ്പൊ കാട്ടുമരമായ നമ്മെ നല്ല ഒലിവ് മരത്തോട് ഒട്ടിക്കാനായിട്ട്, ഇവിടെ നല്ല ഒലിവ് മരമാകുവാനായിട്ട് ശിഖരമാകാൻ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെ ചിന്ത മുഴുവനും എന്റെ പ്രായം കഴിഞ്ഞുപോയി, എന്റെ പ്രായം നോക്കൂ, എന്റെ ജീവിതം നോക്കൂ, എന്റെ സാമ്പത്തികം നോക്കൂ, മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഒളിച്ചു പോകുന്ന കണ്ടോ, എന്നെ വിവാഹം അറിയിക്കുന്നില്ല, എന്നെ കാര്യങ്ങൾക്ക് കൂട്ടുന്നില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. നോക്കൂ, ജഡീക ചിന്തയല്ലേ നമ്മളിൽ വരുന്നത്. അതിന്ന് മാറ്റണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇതായിരിക്കണം ആരാധന. വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയിൽ വന്നിട്ടും ഇതെന്ത് നോക്കൂ, ഈ മെസ്സേജ് എടുക്കാൻ വന്നത് ഞാനിതൊന്നും പറയാൻ നിന്നല്ല. ഇന്ന് ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് സംസാരിക്കുകയാണ്. ഇത് ഇരുവായി തലയുള്ള വാളാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിളിച്ചു പറയുന്നതല്ല, എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. വിളിച്ചു വേർതിരിച്ചിട്ട് കർത്താവ് നമ്മെ അവിടെ നിന്ന് വേർതിരിച്ച് കളപ്പുരയിൽ കൊണ്ടുവന്നിട്ടും ഞാൻ എന്റെ ജഡത്തെയും പ്രായത്തെയും എന്റെ അവസ്ഥയെയും സാമ്പത്തികത്തെയും രോഗത്തെയും ദുരിതത്തെയും എന്റെ ഇല്ലായ്മയെയും മറ്റുള്ളവർ പരിഹസിക്കുന്നതിനും മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ എവിടെ അബ്രഹാമിന്റെ വിശ്വാസമുള്ളവനായി? സാറായുടെ ഗർഭപാത്രം നിർജീവമായി, അബ്രഹാമിന്റെ ശരീരത്തിന്റെ ജീവൻ നാഡീഞരമ്പുകൾ നിർജീവമായി. അപ്പോഴും അവൻ പറഞ്ഞു കർത്താവ് കരുതിക്കൊള്ളും, കർത്താവോ വിശ്വസ്തൻ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ എന്ന് പറഞ്ഞ ആ കർത്താവിന് നമുക്ക് പരിചയമെങ്കിലും ഉണ്ടോ? എങ്കിൽ എഴുന്നേൽക്കുക, ഇല്ലെങ്കിലും എഴുന്നേൽക്കുക. ഇന്ന് നമുക്ക് കർത്താവ്, ഇന്നത്തെ ആരാധന ഇതാണ്. കൈയടിച്ച് പാട്ടുപാടി നാം ദൈവത്തെ സ്തുതിച്ചതാണ്. ഇനി മുതൽ പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറയാം. പക്ഷെ മനഃപൂർവ്വമായി നമുക്കും ചെയ്യാതിരിക്കാം, നമുക്കും പറയാതിരിക്കാം. നമുക്കും കർത്താവിന്റെ സ്നേഹം മനസ്സിലായാൽ അതിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ആ ഭുജം നമ്മളെ താങ്ങുകയുള്ളൂ. ദാവീദ് സിംഹത്തെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നോളാം, എന്റെ കർത്താവ് താങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഇരുന്നില്ല. അവൻ എഴുന്നേറ്റ് അവന്റേതായ പ്രാപ്തിക്കനുസരിച്ച് അവൻ പ്രവർത്തിച്ചപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി.
ഒരു തെറ്റാടി എടുത്ത് ഒരു കല്ലെടുത്ത് അടിച്ചാൽ മതി, ദൈവം അതിനെ കൊള്ളിച്ചുകൊള്ളും. ശത്രു വീഴേണ്ടത് ദൈവത്തിന്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കിയ അവൻ ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ ജഡമാണ് നമ്മുടെ ശത്രു. എന്റെ ബുദ്ധിയാണ് എന്റെ ശത്രു. മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യരെയും ഇപ്പൊ ശത്രുവായിട്ട് കാണണ്ട. എന്റെ ചിന്തയാണ് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി കണ്ണുടച്ചു നിൽക്കാം. നിങ്ങളുടെ ധ്യാനമാകട്ടെ. ഞാൻ ഇവിടെ പുരോഹിതനിൽ പറയുന്നേ ഉള്ളൂ. ഇന്ന് എന്റെ ശത്രു എന്റെ ജഡമാണ്, എന്റെ ജഡമോഹമാണ്, എന്റെ കൺമോഹമാണ്, എന്റെ ജീവനത്തിന്റെ പ്രതാപമാണെങ്കിൽ ആ ജഡം മരിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ, എന്നാൽ നിങ്ങൾ ജീവിക്കും. കൈയോർത്തേണ്ടവർക്ക് കൈയോർത്താം. അത് സറണ്ടറാണ്. കർത്താവെ, ഞാൻ ഏതുമില്ല, ഇതുവരെയും വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ടും, അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞിട്ടും, ആ അബ്രഹാമിന്റെ വിശ്വാസം പറഞ്ഞിട്ടും പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അനേകരോട് കേട്ടിട്ടും പറഞ്ഞു കൊടുത്തിട്ടും അത് എന്റെ ജീവിതത്തിൽ അപ്ലൈ ആയില്ല എന്നത് ഇന്ന് വരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കർത്താവേ, എന്റെ ജഡശരീരത്തെയും എന്റെ പോരായ്മകളെയും എന്റെ കുടുംബത്തിലെ പ്രതികൂലങ്ങളെയും സമൂഹത്തിന്റെ പ്രതികൂലങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും മാത്രം നോക്കി ഞാൻ പെറുപെറുത്തു കൊണ്ടിരുന്നു. അധരം കൊണ്ട് മാത്രമായിരുന്നു, ഹൃദയം കൊണ്ട് ഞാൻ അകലെ ആയിപ്പോയി. കർത്താവേ, ഐ സറണ്ടർ. കരുണയുള്ള കർത്താവേ, ലൈവ് കാണുന്നവരും, ഇത് ഒരു സഭയുടെ കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇരിക്കുന്നിടത്തും വിശ്വസിക്കുന്നുവെങ്കിൽ ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവനെന്നാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്തും എവിടെയാണ് എന്താണെന്നുള്ളത് മറന്നുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തുക. എഴുന്നേൽക്കാൻ കഴിയാത്ത തരത്തിൽ രോഗത്തിന്റെ അവസ്ഥയിലോ പ്രതികൂലങ്ങളിലോ അല്ല പിന്നീട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കരമൊന്ന് ഉയർത്തിയാൽ ഐ സറണ്ടർ ആവും. ശത്രു ഞാൻ കീഴടങ്ങുന്നു എന്നതിനാണ് പട്ടാളക്കാർ പോലും വരുമ്പോൾ ആയുധം താഴെ വെച്ച് വരുന്നത്. നാം ഒരു യോദ്ധാവായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ യോദ്ധാവായത് ദൈവത്തോടാണ് നമ്മൾ പൊരുതിക്കൊണ്ടിരുന്നത്. ബുദ്ധിപരമായി ഞാൻ ദൈവസന്നിധിയിൽ ഒരു യോദ്ധാവല്ല. കർത്താവേ, ഞാൻ എന്റെ ചിന്തകളെ ബുദ്ധി അബലമാക്കിയിരിക്കുന്നു, എന്റെ ശരീരത്തെ ലോകത്തിന്റെ ഇഷ്ടത്തെ അബലമാക്കിയിരിക്കുന്നു. ഐ സറണ്ടർ ആൾ. എന്നെ സഹായിക്കണം കർത്താവേ. നിങ്ങൾക്ക് വേണ്ടുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച്, നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് അറിയുന്നതിനനുസരിച്ച് പ്രാർത്ഥിക്കാം. ഞാനൊന്ന് അല്പം ലീഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്റെ ശബ്ദത്തിനായി അല്ല കാതോർക്കാൻ. നിങ്ങളിന്ന് ദൈവശബ്ദം കേൾക്കാൻ വന്നതുപോലെ നിങ്ങൾക്ക് ദൈവത്തോട് പറയുവാനുണ്ട്. അത് കേൾക്കുവാനാണ് കർത്താവിന്റെ ഇഷ്ടം. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. കരുണയുള്ള കർത്താവേ, സഭയായി ഞങ്ങൾ വരുന്ന കർത്താവേ, സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥം എന്ന് പറയുന്നു. ഞാൻ ഉൾപ്പെടെ കർത്താവ്, ഞങ്ങൾ സഭയായി വരുന്നു. ഞങ്ങൾ നമ്മുടെ സാഹചര്യത്തെയാണ് നോക്കുന്നത്, പ്രതികൂലത്തെയാണ് നോക്കുന്നത്, ഇല്ലായ്മയാണ് നോക്കുന്നത്, ആ ദുഷ്ടതയേറിയ പ്രവൃത്തികളെയാണ് നോക്കുന്നത്, എന്റെ വിഷമതകളെയാണ് നോക്കുന്നത്, രോഗത്തെ നോക്കുന്നു, സാമ്പത്തികത്തെ നോക്കുന്നു, പ്രതികൂലത്തെ നോക്കുന്നു, ഇല്ലായ്മയെ നോക്കുന്നു. പിശാചിന്റെ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തെ, അത് ഞങ്ങൾ ജയിക്കാനുള്ള അവസരത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തെ കളിയാക്കുന്നു. ദൈവം അറിയാതെ എനിക്കൊന്നും വരില്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ദൈവഹിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. പിശാചിനോട് എതിർത്ത് നിൽപ്പൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ എതിർത്ത് നിൽക്കാൻ കഴിയാതെ ദൈവം ചെയ്തുകൊള്ളും, ദൈവം ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരെയും അവിടെ കണ്ടില്ല. എബ്രായ ബാലന്മാരുടെ ഈ 7 ഇരട്ടിപ്പ് വർദ്ധിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങൾ ആരാധിക്കില്ല, ഞങ്ങളെ എടുത്ത് ഇടണ്ട, ഞങ്ങൾ ഓടിപ്പോകുന്നു എന്നല്ല, നീ എന്ത് ചെയ്താലും ഞങ്ങൾ ദൈവ വിഗ്രഹത്തെ ആരാധിക്കില്ല. നോക്കൂ, അവർ വിശ്വസിക്കുക മാത്രമല്ല, തീയിലേക്ക് എടുത്ത് എറിയപ്പെടുമ്പോൾ നിമിഷം പോലും അയ്യോ ഇടരുത് എന്ന് അവർ പറഞ്ഞില്ല. നമ്മൾ സാഹചര്യത്തെ നോക്കി പെറുപിറുക്കുന്നത് പോലെ അല്ല. അതിനകത്തിട്ടാലും എന്റെ കർത്താവ് അതിനകത്തുണ്ട്. ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ് തീയിലിടുന്നതിന് മുമ്പേ തന്നെ എന്നവർക്ക് അറിയാമായിരുന്നു. അവർ ക്രിസ്തുവിലും ക്രിസ്തു അവരിലുമായതുകൊണ്ട് അവരെ അല്ല തീയിലേക്ക് പിടിച്ചിരുന്നത്, ക്രിസ്തുവിനെയാണ്. അതുപോലെ എന്റെ മുമ്പിൽ വരുന്ന ഈ പ്രതികൂലങ്ങൾ മുഴുവനും ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണെങ്കിൽ എന്നിലല്ല, ശത്രു ഒരു വഴിയായി വരുന്നവൻ 7 വഴിയായി ഓടിപ്പോകുമെന്ന് പറയാൻ തക്കവണ്ണം ഞാൻ ക്രിസ്തുവിലല്ല എങ്കിൽ പൂർണ്ണമായും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും പരിഹാര മാർഗം ചെയ്യുവാനുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് ഇനിമേൽ ഞാൻ അങ്ങനെ ആകില്ല കർത്താവേ. ഏത് സാഹചര്യത്തെങ്കിലും ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ വന്ന് മാടി വിളിച്ചാലും സുന്ദരനായ യേശുവേ, അങ്ങേ വിട്ട് ഞാൻ പോവുകയില്ല. കാരണം കാലം അതിക്രമിച്ചിരിക്കുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു, ഇനി കാലമില്ല എന്ന് പറയുന്ന അത്രത്തോളം ചുരുക്കം സമയത്ത് വന്ന് ചേർന്നിരിക്കുന്നു. നമ്മുടെ പാപം നോക്കി മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ടാകാം, നമ്മുടെ അവസരങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ടാവാം. നീയാണോ സുവിശേഷകൻ, നീയാണോ വിശ്വാസി, നിന്നെ ആർക്ക് വേണം, നീ എങ്ങനെയായി സമൂഹത്തിൽ ജീവിച്ചെന്ന് നമുക്കറിയാമെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. നോക്കൂ, നമ്മുടെ ഈ പ്രാർത്ഥനയിലും ദൈവം നമ്മുടെ പാപത്തെ പൊളിക്കുകയാണ്. തന്റെ രക്തത്താൽ, ജീവനുള്ള രക്തത്താൽ, ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം
നമ്മുടെ പാപത്തെ കഴുകിക്കളയുകയാണ്. അവരുടെ പാപത്തെ കഴുകിക്കളയണമെങ്കിൽ ദൈവം പൊളിച്ചതിനെ അവർ പണിയുന്നുവെങ്കിൽ അവർ ലംഘനക്കാരെന്നേ വരികയുള്ളൂ. അവരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ പാപം ക്ഷമിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കരുതെന്നും അവരുടെ പ്രാർത്ഥന കേൾക്കണമെന്നും പറയുമെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് വല്ലവരോടും വല്ലതുമുണ്ടെങ്കിൽ നിരപ്പാകുവിൻ, എന്നിട്ട് പ്രാർത്ഥിപ്പേ, നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിഴകളെ ഞാൻ ക്ഷമിക്കില്ല എന്ന്. അതുകൊണ്ട് പാപം ചെയ്യുന്നവരെ അവരാണ് നമ്മുടെ എല്ലാ ശത്രു, അവർ ദൈവത്തിന്റെ ശത്രുവാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണമുള്ള കർത്താവേ, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നോക്കിക്കൊണ്ടിരിക്കാനല്ല, ഈ പ്രതികൂലം എന്നിലും എപ്പോ വന്നു ചേർന്നിരിക്കുന്നത് അത് പിശാചിനാലാണ്. അത് എനിക്ക് ജയിക്കുവാൻ ദൈവം അനുവദിച്ചതാണ്. ദൈവം ഇവിടെ എന്നെ ജയിക്കുവാൻ സഹായിക്കണമേ. കാരണമുള്ള കർത്താവെ, പരിശുദ്ധാത്മ നമ്മെ താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഓർത്ത് പരിഹസിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. അവരും ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നമ്മെ പരിഹസിക്കാനുള്ളവരല്ല, സ്വന്തം കണ്ണിലെ കോൻ എടുത്തിട്ട് വേണം മറ്റുള്ളവരെ കരണെടുക്കാൻ പോകാനുള്ള ദൈവവചനം അവരുടെ ഓർമ്മ കൊടുത്തുകൊണ്ട് നമ്മുടെ പിഴകളെയും ക്ഷമിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവരുടെ പിഴകളെ ക്ഷമിക്കുന്നതെന്നും യേശു പറയുന്നു. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പേൻ. ഈ കേട്ട തിരുവചന ഭാഗങ്ങൾ ഏതെങ്കിലും ആർക്കെങ്കിലും വേദന ഉളവാക്കിയെങ്കിൽ ഒരുപക്ഷെ അവർ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. അത് പൂർണ്ണമായി വിട്ടിട്ട് ക്രിസ്തയേശുവിൽ വരുമ്പോൾ ഒരിക്കൽ പ്രവാചകരുടെ കർത്താവ് ഒരു സ്ത്രീ പറഞ്ഞതുപോലെ, സ്വർഗീയ ദർശനം കണ്ടപ്പോൾ ആ സഭയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവാചകനെ പരിഹസിച്ച ഒരു സ്ത്രീ പാപിയായിരുന്നു. എന്നാൽ ഒരിക്കൽ അവർക്ക് പാപബോധമുണ്ടായി. ഈ പറയുന്നത് എന്നെ കുറിച്ചാണ്, ഞാൻ ഇത് വിട്ടുപേക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വിട്ടുപേക്ഷിച്ചപ്പോൾ അവർ സ്വർഗീയ പ്രവേശനം നേടുകയും പിന്നത്തേതിൽ അവർ ആ സ്ത്രീ വന്ന് പറഞ്ഞു, നിങ്ങൾ സഭയിൽ ഇരുന്നപ്പോൾ വേദനിപ്പിച്ചത് മുഴുവൻ എന്നെയാണെന്ന് ഓർത്ത് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുകയും പ്രാകുകയും ചെയ്തു. എന്നാൽ ഒരിക്കൽ ഞാൻ ആ വെളിപ്പാട് ഗ്രഹിച്ചപ്പോൾ ഞാൻ എന്റെ പാപത്തെ വിട്ടുപേക്ഷിച്ചിട്ട് ആ ക്രിസ്തുവിനോട് ചേർന്നതുകൊണ്ട് ഞാൻ ഇന്ന് സ്വർഗീയങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാനിടയായതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം വന്നിരിക്കുന്നു. കാരണമുള്ള കർത്താവേ, നമ്മുടെ സകല പാപങ്ങളും തെറ്റുകുറ്റങ്ങളും എന്നും പറയുമ്പോൾ ഒരു വാക്ചാതുര്യമല്ല, ഒരു അധര വ്യായാമമല്ല, ഹൃദയം കൊണ്ട് തുറങ്ങണം. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, സാഹചര്യം എത്ര തന്നെ വന്നാലും ഇനി അങ്ങനെ ആവർത്തിക്കില്ല. കർത്താവെ, തത്സമയത്തെ സഹായത്തിന് ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിൽ വരാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതാ വരുന്നു കർത്താവ്. ഇതാകുന്നു ആരാധന. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ആ റാഞ്ചൽ പക്ഷി ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയിട്ട് സകല പാപത്തെയും കത്തിച്ചുകൊണ്ട് ലോകത്തിന്റെ മോഹത്തിൽ സൗന്ദര്യത്തിൽ പെട്ടുപോകാതെ അതിനേക്കാൾ മനോഹരമായ ക്രിസ്തു എന്നിൽ ഉണ്ട്, ഞാൻ ചെയ്യുന്ന പാപം യേശുവിനെ കൊണ്ടാകുന്നു ചെയ്യിക്കുന്നതെന്ന ബോധത്തോടുകൂടി മാറി നിൽക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ നമ്മെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സകലവും അങ്ങനെ നാമമുഖത്തിനായിരിക്കട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.